ും സുന്ദരമായ ലോകം 7 വൻകര ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, യൂറോപ്പ്, 192 പരമാധികാര റിപ്പബ്ലിക്കുകൾ, 70-ൽ പുറം ഉപരാഷ്ട്രങ്ങൾ, 262 രാഷ്ട്രങ്ങളുടെ നിര നാം കാണുന്ന സുന്ദരമായ ഭൂമി, 6000 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, 750 കോടിയിലേക്ക് കുതിക്കുന്ന ലോക ജനസംഖ്യ. നാളെ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. പെന്തക്കോസുകാരുടെ മനോഹര കേന്ദ്രമായിരുന്ന അമേരിക്ക നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇന്നൊരു ഭരണ പ്രതിസന്ധിയിൽ ഫെഡറൽ കോർട്ടിനകത്ത് അനവധി കേസുകൾ നടക്കുന്നു. ജനുവരി 20-ന് ജോ ബൈഡന് വേണ്ടി ഒരു കസേര മാറുവാൻ ട്രംപ് തയ്യാറാകാതെ ഇപ്പോഴും കേസിൽ കടിച്ചു തൂങ്ങുന്നു. തൊട്ടടുത്ത കാനഡയിലും പാൻഡമിക് സിറ്റുവേഷനായി കോവിഡ്. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ അവിടെ 21 ദിവസം കൂടി ലോക്ക്ഡൗൺ. UK-യുടെ സ്ഥിതി നിങ്ങൾക്കറിയാം. പ്രാവിനെ കൂട്ടിനകത്ത് അടച്ചിട്ട് വീട്ടുകാർ തീറ്റ ഇട്ട് കൊടുക്കുന്നത് പോലെ UK-യും അയർലൻഡും ബർക്കിംഗ്ഹാമും സ്വീഡനും സ്വിറ്റ്സർലൻഡുമെല്ലാം ടയർ 21 എന്ന രീതിയിൽ ലോക്ക്ഡൗൺ 21. ഗൾഫ് രാജ്യങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. സാമ്പത്തികത്തിൻ്റെ നട്ടലൊടിഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ പലരും മടങ്ങി വരുന്ന കാഴ്ച. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിൽ ഇൻഫർമേഷനും ബയോടെക്നോളജിയും നാനോ ടെക്നോളജിയും കുതിച്ചുയരുമ്പോൾ തന്നെ റിലയൻസ് എന്ന ആഗോള വ്യവസായ മേഖലയ്ക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് പേടിച്ചുകൊണ്ട് സിംഗുവിലും ഹരിയാനയിലും അംബാലയിലും ജനമിളകുന്ന ഒരു കാഴ്ച പ്രവചനപ്രകാരം ഇന്ന് അവസാനം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കും. ലോകം എങ്ങോട്ടെന്നും ഇനിയുള്ള ദിനങ്ങൾ എങ്ങോട്ടെന്നും ആർക്കും പ്രതിപാദിക്കാൻ വയ്യാത്തൊരു കാലം. 2019 ഒക്ടോബർ മാസത്തിൽ ചൈനയിലെ വുഹാനിൽ നിന്ന് സെങ്ചിയാവോ എന്ന പട്ടണത്തുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ വുഹാൻ ബയോ വെപ്പണായ COVID-19 അഥവാ നോവൽ കൊറോണ വൈറസ് ദ സെക്കൻഡ് വൺ COVID-19 കഴിഞ്ഞ ജനുവരി മാസം 30-ാം തീയതി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ലോകത്തിൽ മാർച്ച് മുതൽ ലോക്ക്ഡൗൺ ആയിരിക്കുന്നു. 18 കോടിയിൽ പരം പേരിലേക്ക് ഈ മഹാമാരി ആഞ്ഞടിച്ചു. ഏകദേശം 8 ലക്ഷം പേർ കഴിഞ്ഞ 8 മാസത്തിനിടയ്ക്ക് ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞു. സുന്ദരമായ ഇന്ത്യയിൽ 1,50,00,000 1,50,00,000 പേരിലേക്ക് വൈറസ്. ഇന്നത്തെ അടക്കം മരണസംഖ്യ 1,60,60,000 പേർ ഇന്ത്യയിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു. ഇന്ന് രാത്രിയും നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. മറ്റൊന്നും ഈ കാലഘട്ടത്തിൽ ദൈവം തന്നില്ലെങ്കിലും കഴിപ്പാനും കുടിപ്പാനും അത്യാവശ്യ കാര്യങ്ങൾ ചെലവാക്കാനും ഒക്കെ നമ്മുടെ കരങ്ങളിൽ തന്ന മഹാദൈവത്തിൻ്റെ പുതുവർഷത്തിൽ നന്ദി കരേറ്റാം. ദൈവമക്കൾ അല്പം സന്തോഷത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കണം. പ്രത്യേകിച്ച് ഈ ഫയർ സ്റ്റേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വണ്ടി സ്റ്റാർട്ടാക്കാറില്ല. എവിടെയെങ്കിലും തീ പറ്റുമ്പോഴാണ് ഇവർ പെട്ടെന്ന് വണ്ടിയൊക്കെ എടുത്ത് സ്റ്റാർട്ടാക്കുന്നത്. അതുപോലെ 8 മാസമായിട്ട് നമ്മുടെ ആത്മീയ കൂട്ടായ്മകളെല്ലാം 8-9 മാസമായിട്ടൊന്ന് തണുത്ത് കിടന്നതാ. അല്ല, തീ പിടിക്കുമ്പോൾ ഫയർ എഞ്ചിനൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കുന്നത് പോലെ ആത്മീയ ജീവിതത്തിൽ നമ്മളും ഈ ദിവസങ്ങളിൽ തണുപ്പിൻ്റെ അനുഭവം മാറി ഇച്ചിരി പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് നീങ്ങുവാൻ ഈ യോഗ പരമ്പരകൾ മുഖാന്തരമാകട്ടെ. ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറേ വാക്കുകൾ കേൾക്കുവാനിടയായി തീർന്നു. അതിൽ നിങ്ങൾക്കറിയാം, ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ, മാസ്ക്, സാനിറ്റൈസർ, കീപ്പ് ഡിസ്റ്റൻസ്, PPE കിറ്റ്, ആൻറ്റിജൻ ടെസ്റ്റ്, ട്രൂനാറ്റ് ടെസ്റ്റ്, PCR ടെസ്റ്റ്, ഇങ്ങനെ കുറേ ടെസ്റ്റുകളുടെ കാര്യമൊക്കെ നമ്മുടെ ചെവിയിൽ കഴിഞ്ഞ വർഷം കേൾക്കാനിടയായി തീർന്നു. കോവിഡ് മുഖാന്തരം ദ ഫാർദർ ഈ കോവിഡിന്റെ പരിസമാപ്തിയിൽ, ദ എൻഡ് ഓഫ് ദ കോവിഡ്, 1800-ൽ ഒരു മഹാവ്യാധി ഇവിടെ ആഞ്ഞടിച്ചു. അതിൻ്റെ പേരാ പ്ലേഗ്. എവരി 100 years യു ആർ വാച്ചിങ് ഇൻ ദ വേൾഡ്. ലോകത്തെ നോക്കിയാൽ ഓരോ കഷ്ടങ്ങളുടെ മത്തായി സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ലോക ആരംഭം മുതൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടങ്ങൾ. 1800 1800-ൽ നാം കണ്ട് പ്ലേഗ്. അനവധി പേർ മരിച്ചു. 1917 1917 മുതൽ 1920 വരെ രണ്ടാമൻ വന്ന സ്പാനിഷ് ഫ്ലൂ, കോടിക്കണക്കിന് പേരെ അത് കൊണ്ടുപോയി. ദെൻ 100 years-ൽ വരുന്ന ഒരു മഹാവ്യാധിയിൽ ഈ കൊറോണ നമ്മളെ ബാധിച്ചപ്പോൾ, കൊറോണയുടെ പരിസമാപ്തിയിൽ ഇത് സാധാരണ കാര്യമല്ല സംഭവിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 11 സംഭവങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നു. അതിൻ്റെ ചാലുകൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അല്പശബ്ദം താഴ്ത്തിയെങ്കിലും പറയുന്നത് ശ്രദ്ധിക്കണം. ദ ഫസ്റ്റ് ഇൻസിഡന്റ്, ഒന്നാമത്തെ സംഭവമായി ഈ കൊറോണ 9 മാസം ലോകരാഷ്ട്രങ്ങളിൽ ആഞ്ഞടിക്കുമ്പോഴും യഹൂദൻ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുവാൻ തുടങ്ങി. വാക്യം ഞാൻ വായിപ്പിക്കുന്നില്ല. യെഹെസ്കേൽ 36:24 പ്രവചനപ്രകാരം പൂർണ്ണമായും അവർ മടങ്ങി വരും. അമേരിക്കൻ വിദേശകാര്യ കുടിയേറ്റ വകുപ്പിൽ 4 ലക്ഷം യഹൂദന്മാർ
അവർ മടങ്ങി വരുവാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് അരുണാചൽ പ്രദേശ്, മിസോറാം അതിർത്തികളിൽ നിന്ന് ഏകദേശം അവസാന ഫ്ലൈറ്റ് 256 പേരെയും കൊണ്ട് ടെൽ-അവീവിലേക്ക് ഡേവിഡ് ബെൻഗൂറിയോൻ എയർപോർട്ടിലേക്ക് ഈ കോവിഡ് കാലത്തും പോയി കഴിഞ്ഞു. യഹൂദൻ പൂർണ്ണമായി സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരും. കോവിഡിന്റെ പരിസമാപ്തി നമ്പർ 1. ദ സെക്കൻഡ് വൺ നോട്ട് ചെയ്യുന്നവർ, ഒരുപക്ഷെ ഞാൻ സ്പീഡിൽ പോയാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയില്ല, ഞാൻ സ്ഥലം വിട്ട് പോകുന്നതുമില്ല, ഇതിൻ്റെ മേളിൽ തന്നെ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടോണ്ട് ചോദിക്കണം. പാവപ്പെട്ട ഈ ഇദ്ദേഹത്തോട് പാസ്റ്ററോട് ചോദിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. സ്വോത്രം പ്രസംഗിക്കാൻ വരുന്ന ഉപദേശിയോട് തന്നെ ചോദിക്കണം. പിന്നെ പാസ്റ്റർ പോയതിന് ശേഷം പിന്നെ സഭാ പാസ്റ്ററോട് ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറഞ്ഞെന്ന് ചോദിക്കരുത്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ എന്നോട് ചോദിക്കണം. രണ്ടാമത്തെ കാര്യം, ഇസ്രയേലിൽ ഒരു അസ്ഥിര ഗവൺമെൻറ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം 2 കക്ഷികളെ ഒരുമിപ്പിച്ച് ഭരിക്കുന്നു. അതിലൊന്ന് ബെഞ്ചമിൻ നെതന്യാഹു, ദ സെക്കൻഡ് വൺ ഗാൻസ്, പ്രതിരോധ മന്ത്രി. അർത്ഥം, ഇവർ രണ്ടും കൂടെ ഒരുമിച്ചെങ്കിലേ പിൻപിൽ ഒരാലയത്തിന്റെ പണിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിലവിൽ വരത്തുള്ളൂ. 2 കക്ഷികളെയും കോവിഡ് കാലത്തും ട്രംപ് ഒരുമിപ്പിച്ച് മുമ്പോട്ട് പോകുന്നു. ദ പ്രൈം മിനിസ്റ്റർ ഈസ് ബെഞ്ചമിൻ നെതന്യാഹു, ദ ഡിഫൻസ് മിനിസ്റ്റർ അഥവാ പ്രതിരോധ മന്ത്രി ഗാൻസ്. 2 കക്ഷികളെ ഒരുമിപ്പിക്കുന്നു. ജനത്തിന്റെ ഇടയിൽ ഏകീകൃത അഭിപ്രായം കൊണ്ട് ഈ കാലഘട്ടത്തിലും പിൻപിൽ അവർ ആലയത്തിന് വേണ്ടി ശ്രമിക്കുന്നു കോവിഡ് നടക്കുമ്പോൾ. മൂന്നാമത്തെ സംഭവം, ലോകം 2 ചേരിയിൽ കോവിഡ്. അമേരിക്ക, ബ്രിട്ടൻ. ട്രംപെതിര് ബ്രിട്ടനിലെ ഇന്നത്തെ പ്രസിഡന്റ് ബോറിസ് ജോൺസൺ കോവിഡ് വന്ന് ചൈനയ്ക്കെതിര്, ഓസ്ട്രേലിയക്കാരനെതിര്, ജപ്പാനെതിര്, റഷ്യ മാത്രം മിണ്ടുന്നില്ല. ഇപ്പുറത്തേക്ക് വന്നാൽ കാനഡക്കാരന് ചൈനയ്ക്കെതിര്, ഇന്ത്യക്കാരന് ഒരു അവസരം കിട്ടിയാൽ ചൈന അടിക്കാനും ഇരിക്കുക കോവിഡ് കാലത്ത്. അങ്ങനെയെങ്കിൽ ഈ കോവിഡിന്റെ നിർണായകമായ കാലഘട്ടത്തിൽ 2 ചേരിയിൽ 8 രാജ്യങ്ങൾ പറയുന്നു ചൈന കണക്ക് പറയണം. അമേരിക്ക, ബ്രിട്ടൻ, അപ്പോൾ തന്നെ കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ, ഇവരെല്ലാം ശക്തമായി പറയുന്നു നിങ്ങൾ ഇതിന് കണക്ക് പറയേണ്ടി വരും. പലരും വിചാരിച്ചു ചൈനയ്ക്കെതിരെ ഒരാക്രമണം അവർ അഴിച്ചുവിടുമെന്ന്. പക്ഷേ ദൈവവചനം മനസ്സിലാക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ഒരാക്രമണം ഇവിടെ കോവിഡിനോടനുബന്ധിച്ച് നടന്നു കഴിഞ്ഞാൽ പ്രവചനങ്ങൾ മുഴുവൻ തെറ്റും. അങ്ങനെയെങ്കിൽ ആക്രമണം തുടങ്ങിയാൽ ലോകം 2 ചേരിയിൽ തേർഡ് വേൾഡ് വാറിലേക്ക് പോകും. അത് ബൈബിളിനകത്ത് വ്യവസ്ഥയില്ല. ആ യുദ്ധത്തിന്റെ കാഹളം ആകാശത്തിന്റെ മണ്ഡലത്തിൽ മുഴങ്ങുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അതുകൊണ്ട് മത്തായി പറഞ്ഞത് ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. അങ്ങനെയാണ് മൂന്നാമത്തെ പ്രവചനം, ലോകം 2 ചേരിയിൽ. നാളെ ഒന്നുകൂടി ഇലാബറേറ്റായിട്ട് അത് പറയുമ്പോൾ പിടികിട്ട്. 4ാമത്തെ കാര്യം, സാമ്പത്തിക മാന്ദ്യം. ലോകം മുഴുവൻ ഗ്ലോബലായിട്ട് ഇന്ന് സാമ്പത്തിക മാന്ദ്യം. അമേരിക്കയിലുള്ള കുഞ്ഞുങ്ങൾ, പണ്ട് നമ്മുടെ ബന്ധുക്കോസുകാരൊക്കെ പറയും എൻ്റെ കുഞ്ഞു ഹൂസ്റ്റണില്ല, ഡാലസില, പിന്നെ അത് കഴിഞ്ഞിട്ട് കാലിഫോർണിയയില, കണക്റ്റിക്കട്ടില, ടെന്നസിയില. പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. സ്വോത്രം. അമേരിക്ക ഒരു പരുവത്തിലായി. പിന്നെ UK, അയർലൻഡ് പിടിച്ചിരിക്കുക. നമ്മുടെ പെങ്കൊച്ചുങ്ങൾ നേഴ്സുമാരായതുകൊണ്ട് കൃപയാൽ അത് പിടിച്ചു നിൽക്കുക. പണ്ട് തിരുവല്ല, ദുബായ്, അമേരിക്ക ആയിരുന്നു. ദുബായ്ക്കാരൻ്റെ കാര്യം ഗൾഫുകാരൻ്റെ കാര്യമൊന്നും നിങ്ങളോട് പറയണ്ട. എല്ലാത്തിൻ്റെ ശമ്പളം വെട്ടിക്കുറച്ച് 8000 തറക 4000 ആക്കി വേണമെങ്കിൽ നിന്നാൽ മതി. ഇല്ലേ കർവാപ്പസി പൊക്കോളാൻ. എല്ലാം സാമ്പത്തിക മാന്ദ്യം. ഇന്ത്യയിലെ നിർമ്മല സീതാരാമൻ കഴിഞ്ഞ 9 മാസത്തെ ഇത് ചെയ്തിട്ട് പറഞ്ഞ് GDP ഗ്രോത്ത് കുറവാ. ഇപ്പം പിടിച്ചു നിൽക്കുന്നത് GSTയുടെ ബലത്തിൽ. സാമ്പത്തിക മാന്ദ്യം ഗ്ലോബലായി ലോകം മുഴുവൻ കോവിഡിന്റെ പരിസമാപ്തിയിൽ ആഞ്ഞടിക്കുന്നു. 5ാമത്തെ കാര്യം, ഇന്നത്തെ കോവിഡ് നാളെ ഞാൻ തൊട്ടുവെക്കുമ്പോൾ അതിന്റെ 3rd സ്റ്റേജും 4th സ്റ്റേജും പറയുമ്പോൾ മനസ്സിലാകും. 100 കോടി പേർ കോവിഡ് കാലം കഴിയുമ്പോൾ പട്ടിണിയിലേക്ക് പോകുന്നു. അർത്ഥം, പട്ടിണി മൂലം മരണം. അത് നാളെ പറയാം. 6ാമത്തെ കാര്യം, നിങ്ങൾ, ഞാൻ അടക്കം ഈ നാട്ടുകാരെല്ലാം ഈ കോവിഡ് കേൾക്കുമ്പോഴും മൂവാറ്റുപുഴയും എറണാകുളത്തും പാലയിലും വൻകിട മാളുകൾ പിൻപിൽ വരുന്നു. ഈ കോവിഡ് കാലത്തും പണി നടന്നുകൊണ്ടിരിക്കുന്നു. ലൂലു, പെൻഡലൂൺ, വാൾമാർട്ട്, റിലയൻസ്, ജിമാർട്ട്, ആദിത്യ, മോർ ഇതെല്ലാം വരുന്നു. ഇതെല്ലാം പരിസമാപ്തിയിലെത്തുന്നത് മഹദിയാം ബാബിലോണിലേക്ക്. അർത്ഥം, ഈ മാളുകളുടെ പിൻപിൽ ലോകം ഒരുവന്റെ കയ്യിലേക്ക് എത്താൻ പോകുന്നു. 7ാമത്തെ സംഭവം, COVID-19 വേണ്ടി ഇന്ന് വാക്സിൻ പ്രിപ്പയർ ചെയ്യുന്ന കമ്പനികൾ ശ്രദ്ധയോടെ ഇരിക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അതിൽ അമേരിക്കയുടെ ഫൈസർ, മെഡോണ, ഇസ്രായേലിന്റെ നോവാക്സ്, റഷ്യയിലെ സ്പുട്നിക്, ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ്, നമ്മുടെ പൂനെ വൈറോളജിയുടെ കോവാക്സിൻ, ഇതെല്ലാം നമ്മുടെ കയ്യിൽ പമ്പ് ചെയ്യുന്നത് ഒരേ കെമിക്കൽ കണ്ടന്റ്. എല്ലാ രാഷ്ട്രങ്ങളിലെയും മനുഷ്യരുടെ മേൽ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരേ കെമിക്കൽ കണ്ടന്റ് വരുന്നു. ഇതിന്റെ പരിസമാപ്തി എന്താകുമെന്ന് നാളെ
പറഞ്ഞുതരാം. അങ്ങനെയെങ്കിൽ എല്ലാ മനുഷ്യന്റെ കയ്യിലും 2 ഡോസായി. ദ ഫസ്റ്റ് ഡേ 1 ഡോസ്. ക്യാൻസറിന് കീമോ കൊടുക്കുന്ന പോലെ 21 ഡേയ്സ് കഴിയുമ്പോൾ നമ്മുടെ കൈയൂടെ വെച്ച് QR കോഡ് കൊണ്ടുകണ്ട് സെക്കൻഡ് ഡോസ് തരാൻ പോകുന്നു. എല്ലാം ഒരു നയത്തിലേക്ക് ലോകം മാറുന്നു. QR കോഡ് വരുന്നതിന്റെ നിവൃത്തിയായി COVID-19. അടുത്തത് 8ാമത്തെ സംഭവമായി പിൻപിൽ ഒരുവൻ എഴുന്നേറ്റ് വരുന്നു. അവന്റെ പേര് ദ വൺ വേ വേൾഡ് ഓർഡർ. ഏക ലോക ഭരണം വാതിൽക്കലെത്തി. പിൻപിൽ അതിനെ ആധാരമാക്കി ഇന്ന് ചിന്തിക്കും. 8ാമത്തെ കാര്യം. 9ാമത്തെ കാര്യം, ഇപ്പോൾ ഈ കോവിഡ് ആഞ്ഞടിച്ചപ്പോഴും മിലിറ്ററിയെ പറ്റി ഇന്ന് രാത്രി പ്രസംഗിക്കുന്നു. ISIS അവർ നൈജീരിയയിലും ആക്രമണം നടത്തി, അഫ്ഗാനിലും നടത്തി. ഈ കോവിഡ് കാലത്ത് മഹാവ്യാധിയിൽ ഒളിഞ്ഞിരിക്കുമ്പോഴും അവർ കാട്ടുമൃഗങ്ങൾ ജനത്തെ വേട്ടയാടുന്നു ഈ കാലഘട്ടത്തിൽ. 9ാമത്തെ കാര്യം. 10ാമത്തെ കാര്യം, മൂവാറ്റുപുഴ ടൗണിൽ ഫെഡറൽ ബാങ്ക് വേണ്ട, SBI വേണ്ട, ഒരു കുഞ്ഞുങ്ങളുമില്ലാതെ പുതിയ സംവിധാനമായി ഒരു കറൻസി വന്നിരിക്കുന്നു. അതിന്റെ പേര് ക്രിപ്റ്റോ കറൻസി, പേര് ബിറ്റ്കോയിൻ. ഇതാരും കണ്ടിട്ടില്ല. സാത്താൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കറൻസി. അത് നാളുകൾക്ക് മുമ്പ് $16,000 ഉള്ളായിരുന്നു. 1 ബിറ്റ്കോയിൻ. നോ നീഡ് GST, നോ നീഡ് വാറ്റ്. ഇത് കമ്പ്യൂട്ടർ വഴി ക്രിപ്റ്റോ കറൻസി ഏത് രാജ്യത്തേക്കും പൈസ ട്രാൻസ്ഫർ ചെയ്യാം. ഒരു ബാങ്കും അറിയാത്ത രീതിയിൽ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ ഈ കാലഘട്ടത്തിൽ $22,000 മുകളിൽ ഒരു ഊഹ കച്ചവടത്തിന്റെ കറൻസിയായി, സാത്താന്റെ കറൻസിയായി ബിറ്റ്കോയിൻ 22,000. 10ാമത്തെ സംഭവം. 11ാമത്തെ സംഭവം, ഞാൻ വാക്സിനെ പറ്റി തൊട്ടപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇന്നത്തെ പൂന വൈറോളജിക്ക് മൈക്രോസോഫ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ കമ്പനി IBM കഴിയുമ്പോൾ തൊട്ട് ഏറ്റവും മുകളിൽ നിൽക്കുന്ന മൈക്രോസോഫ്റ്റ്, അതിന്റെ മൈക്രോസോഫ്റ്റിന്റെ ഓണറുടെ പേര് ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സിന്റെ ഭാര്യയുടെ പേര് മിലിൻഡ ഗേറ്റ്സ്. ആ സഹോദരി ഇന്ത്യക്കാരുമായിട്ട് വലിയ മമതയൊന്നുമില്ല. 1500 കോടി വരെ കൊടുക്കുവാൻ, പൂന വൈറോളജിക്ക് വേണ്ടി, വാക്സിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാർ. അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഇത് മാത്രമാണ്. ഈ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ 1 to 2 സ്റ്റേജ്. ദെൻ അടുത്തത് എപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ കൊടുത്താൽ, ദൈവമക്കൾ ശ്രദ്ധയോടെ, നമ്മളിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്തപ്പോൾ കൈക്കകത്ത് ദാണ്ട് ഇനിയും ബൂത്തിൽ കയറാതിരിക്കുവാൻ ഒരു ഇങ്ക് ഇംപ്ലിമെന്റ് ചെയ്തതുപോലെ കോവിഡ് വാക്സിൻ എടുക്കുന്നവരുടെ കയ്യിലേക്ക് ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ, കോഡിൽ നമ്മുടെ മോൻ വരുന്നവരുടെ തലയ്ക്ക് ഇൻഫ്രാറെഡ് മീറ്റർ അഥവാ തെർമോ ഇതിന്റെ ഹീറ്റ് മീറ്റർ ആഡ് ചെയ്യുന്നതിന് പകരം QR കോഡ് കാണിച്ചാൽ ബാർകോഡിന് സെയിമായി നമ്മൾ പ്രിവന്റീവ് എടുത്തിട്ടുണ്ടോ, എപ്പോൾ എടുത്തു, പ്രസന്റ് സിറ്റുവേഷൻ ബോഡിയുടെ കൂടെ പറയുവാൻ ഒരു കമ്പ്യൂട്ടറിനെ കൊണ്ട് സ്കാൻ ചെയ്യാനുള്ള QR കോഡിലേക്ക് ഈ കോവിഡിന്റെ പരിസമാപ്തിയിൽ വരുന്ന ദ ഫസ്റ്റ് വൺ കോവിഡിന്റെ പ്രിവന്റീവ്, ദ സെക്കൻഡ് വൺ ഇന്നത്തെ മനോരമ വായിച്ചാൽ മതി QR കോഡിന്റെ സർട്ടിഫിക്കറ്റ് എങ്കിൽ, ദ തേർഡ് വൺ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി വലത് കൈമേലോ നെറ്റിമേലോ ഒരു ചിപ്പ് വരുന്നതിന്റെ നിവർത്തിയായി വാക്സിനും QR കോഡും നിങ്ങളുടെ ആധാർ സഹിതം കൈവച്ച രേഖകൾ സ്കാൻ ചെയ്ത് ഡോസ് പ്രവേശിപ്പിക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രത്യാശയുടെ വാക്ക് പറയുന്ന രാത്രിയായി മാറട്ടെ. കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തി, ദിനങ്ങൾ അതിന്റെ കടശി ദിനങ്ങളിലേക്ക് ചലിച്ചു തുടങ്ങുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ കോവിഡിന്റെ പരിസമാപ്തിയിൽ വചനം ഒത്തുവെച്ച് നോക്കുമ്പോൾ ഉള്ളങ്ങളിൽ ആനന്ദിച്ചുകൊണ്ട് പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ 10,000 പേരിൽ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. വായിക്കാം മത്തായി സുവിശേഷം 24-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 3, 4 and 5. മാത്യു 24, 3, 4, 5 വാക്യങ്ങൾ. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും, വചനം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും, നീ പോയിട്ട് മടങ്ങി വരും. അടുത്തത്
ലോകാവസാനത്തിനും ലോകത്തിന്റെ അവസാനത്തിനും അടുത്തത് അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിച്ചു. അടുത്തത് അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഞാൻ പറഞ്ഞെന്നല്ല, യേശു പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. മൂവാറ്റുപുഴക്കാര് ശ്രദ്ധയോടെ ഇരിക്കണം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അടുത്തത് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേർ എടുത്തു വന്ന് അനേകർ എന്റെ പേരെടുത്തുകൊണ്ട് പലരെയും തെറ്റിക്കും. മതി, കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കരുണാമയനായ ദൈവം കർത്താവെ തന്റെ ദൂതസഞ്ചയവുമായി നമ്മുടെ ചെറിയ കൂട്ടത്തിന്റെ നടുവിൽ അവൻ ആഗതനായിട്ടുണ്ട്. വചനമകത്തളങ്ങളിൽ ചലിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. മകനെ, മകളെ, ദൈവദാസനെ, ദൈവദാസിയെ, ഈ മീഡിയയിൽ ഞങ്ങളെ വീക്ഷിക്കുന്ന കുഞ്ഞ് 2018 കണ്ടവർ 2019 കണ്ടില്ല. 20 ജനുവരി കണ്ടവർ ഡിസംബർ കണ്ടില്ല. കോൺഗ്രസിന്റെ ശക്തനായ നേതാവ് അഹമ്മദ് പട്ടേൽ, കവയത്രി സുഗതകുമാരി, എല്ലാ മലയാളികളുടെയും തമിഴ്നാട്ടുകാരുടെയും ഹൃദയം കുളിപ്പിച്ച് പാട്ടുപാടിയ ഇളയെന്നില്ല SP ബാലസുബ്രഹ്മണ്യം, എത്രയോ പേർക്ക് കോവിഡ് ആഞ്ഞടിച്ചു. കുഞ്ഞെ, എത്ര പേർ ഈ ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞു. ട്രംപിന് വന്നില്ലേ, ബോറിസ് ജോൺസന് വന്നില്ലേ, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ ശ്രീ അമിത്ഷായ്ക്ക് വന്നില്ലേ? നീ സഞ്ചരിച്ച വണ്ടിക്കകത്ത് കോവിഡ് വൈറസ് ഉണ്ടായിരുന്നു. നീ പോയ പാൽ മിൽക്ക് സൊസൈറ്റിയിൽ ഇതുണ്ടായിരുന്നു. പച്ചക്കറിക്കടയിൽ നിന്റെ മുമ്പിൽ നിന്നവന്റെ മുൻപിൽ ഈ കോവിഡ് ഉണ്ടായിരുന്നു. നിന്റെ വാർഡിൽ പലപ്പോഴും കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിട്ട് ഉച്ചഭാഷണിൽ കൂടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആരോഗ്യ വകുപ്പ് പറഞ്ഞിട്ട് കുഞ്ഞെ, നീ കഴിച്ച ആഹാരത്തിന്റെ മഹത്വത്തിലല്ല ഇന്ന് രാത്രി നീ ഇവിടെ ഇരിക്കുന്നത്. നിന്നെ നോക്കിയ ഡോക്ടറിന്റെ വലിപ്പത്തിലല്ല ഇന്ന് രാത്രി നീ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ അകത്തിറങ്ങിയ ആന്റിബയോട്ടിക്കിന്റെ പവറിലല്ല ഇന്ന് രാത്രി നീ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് നിന്നെ കൊണ്ടുവന്നത്. നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ കരുണ എന്ന് ഇന്ന് രാത്രി അകത്തളത്തിലേക്ക് പരിശുദ്ധാത്മാവ് വചനപ്രകാരം ഹേമിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന മഹാദൈവ, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. വീരൻ വരുന്നത് പരാജയത്തിനല്ല. നീ പരാജയപ്പെട്ട സ്ഥാനത്ത് നിന്നെ പൊന്നുപോലെ ഉയർത്തുക. നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ ഉയർത്തുക. നിനക്കെതിരെ പദ്ധതി വെച്ചവന്റെ നടുവിൽ നിന്നെ പൊന്നുപോലെ മാനിക്കുക. ഇന്ന് രാത്രി വീരനായ കർത്താവിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവരിലേക്ക് പുതുവർഷത്തിൽ ആ ശക്തി ഇറങ്ങട്ടെ. കല്ലറകളെ പൊട്ടിച്ച, മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച, രോഗിയെ സൗഖ്യമാക്കിയ, കുരുടന്റെ കണ്ണ് തുറന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ ഈ 2021 എന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങട്ടെ, എന്റെ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങട്ടെ, എന്റെ ചർച്ചിലേക്ക് ഇറങ്ങട്ടെ, എന്റെ മിനിസ്ട്രിയിലേക്ക് ഇറങ്ങട്ടെ, എന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ഇറങ്ങട്ടെ, എന്റെ മുറിവേറ്റ വിഷയത്തിൽ ഇറങ്ങട്ടെ. ആത്മാർത്ഥമായി ഇന്ന് രാത്രി കണ്ണുകൾ അടച്ച് സ്വർഗത്തോട് നീ കരയുവാൻ തയ്യാറാകുക. ഇൻസ്റ്റന്റായി വിടുതൽ തരുക. കരുത്തുറ്റ ഒരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്ന രാത്രിയാ. Thank you Lord, the mighty presence of Holy Spirit. കരുണാമയനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സന്ധ്യാവേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പരദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന മഹത്വവാനായ ദൈവം, പത്മോസിന്റെ ഏകാന്തതയിൽ 7 പൊൻനിലവിളക്കളുടെ നടുവിൽ വെളിപ്പെട്ട തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ കരം ഇന്ന് രാത്രി, പ്രഥമ രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങൂലാവുന്നതിനായി തിരുമേനിയെ വാഴ്ത്തുന്നു. എൻ്റെ അപ്പച്ചൻ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അവന്റെ കരമൊന്ന് നീട്ടിയിട്ടുണ്ടെങ്കിൽ, അവനൊരു വാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു വിടുതൽ നടന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വേദനയോടെ വന്നവരുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ കടന്നു വന്നവരുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ കടന്നു വന്നവരുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ മുറിഞ്ഞ കര ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയാകട്ടെ. ഇന്ന് രാത്രി മുതൽ ഇവിടെ നടക്കുന്ന മിനി കൺവെൻഷനകത്ത് നിത്യരാജ്യത്തിന്റെ വചനത്തിന്റെ വിത്തുകൾ ഈ പുളിന്താനം പട്ടണത്തിനകത്ത് വിതറപ്പെടുമ്പോൾ അനേകം പേർ യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരുക. കാൽവറിയിൽ കൂടി കൊടുത്ത സൗജന്യമായ രക്ഷയെ കരസ്ഥമാക്കുക. ഈ സന്ദേശ പരമ്പരകൾ മുഖാന്തരമായി തീരട്ടെ. ലോക രാജ്യങ്ങളിൽ മീഡിയയിൽ കൂടി ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഈ പുതുവർഷത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ കൺവെൻഷന്റെ പിൻപിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സഭയാം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പുളിന്താനം പട്ടണം എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ശബ്ദ സീമയ്ക്കുള്ളിൽ ഇന്ന് രാത്രി അന്ധകാരത്തിന്റെ കെട്ടുകൾ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റട്ടെ. പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട് ഇന്ന് രാത്രി മുതൽ ഒരു കൂട്ടം ജനം നിത്യജീവന് വേണ്ടി കാക്ഷിക്കുക. ഇന്ന് രാത്രി
രാത്രി ഈ നദി ഇന്ന് രാത്രി പുളിന്താനം ചർച്ച് ഓഫ് ഗോഡ് ഗ്രൗണ്ടിൽ നിന്ന് ആത്മാവിന്റെ നിലയിൽ ഇത് ഒഴുകി തുടങ്ങുമ്പോൾ ദേശത്തൊരു വിടുതല, കുഞ്ഞുങ്ങൾക്കൊരു വിടുതല, പാപികൾക്കൊരു മാനസാന്തരമായി, മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, പരാജയപ്പെട്ട കുടുംബങ്ങൾ യേശുവിന്റെ നാമം ഉയർത്തപ്പെടുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരമായി മാറട്ടെ കർത്താവേ. പൊന്നുപിതാവേ, ഞങ്ങളുടെ പേരോ ഞങ്ങളുടെ പ്രശസ്തിയോ ഞങ്ങളുടെ ഡോക്ടറേറ്റോ ഞങ്ങളുടെ ചർച്ചിന്റെ പേരുകളൊന്നും ഇന്ന് രാത്രി ഉയരണ്ട. നസ്രയന്റെ നാമം മാത്രം ഈ മിനി കൺവെൻഷനിൽ ഉയരണം കർത്താവെ. ഞങ്ങളോ താഴണം. ഇന്ന് രാത്രി അവന്റെ നാമം പുളിന്താനം പട്ടണത്തിൽ 2021 ഉയർത്തപ്പെടുവാൻ ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ശബ്ദം വെളിച്ചമെല്ലാം തിരുമേനി കാക്കണം. ഒരു ദുഷ്ടന്റെ അന്ധകാരമോ ഒരു സത്താന്റെ ചിന്തയോ ഈ കോമ്പൗണ്ടിനകത്തോ ഞങ്ങളുടെ യോഗ പരമ്പരകളിലൊക്കെ കടന്നു വരാതെ കാൽവറി രക്തത്താൽ അവന്റെ നിത്യജീവന്റെ മൊഴികളാൽ ഇതിനെ ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു രാത്രി കൂടി തിരുവെഴുത്തുമായി അടിയൻ നിൽക്കുന്നു കർത്താവെ. കഴിഞ്ഞ ദിനം പ്രസംഗിച്ചതിന്റെ മഹത്വമല്ല, ക്രൂശിന്റെ മറവിൽ നിന്ന് ഒരു അന്ത്യകാലത്തിന്റെ ദൂത് എളിയ കുഞ്ഞുങ്ങളോട് പറയുവാൻ, എളിയവനെയും ദൈവം ബലപ്പെടുത്തണം. അങ്ങയുടെ കരം ഇന്ന് രാത്രി ചലിക്കണം. ഒരിക്കൽ കൂടി താഴ്ത്തുന്നു. പ്രാർത്ഥന അപ്പച്ചൻ മാനിച്ചു വിടുവിപ്പിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം മക്കളെ. ശക്തിയോടൊന്ന് സ്തുതിച്ചാട്ടെ, ഉണർവോടൊന്ന് സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത് 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 പുസ്തകങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ. പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ 5 തലങ്ങൾ. നല്ലതുപോലെ അക്കമിട്ട് സഹോദരിമാരൊക്കെ പേനയായിട്ട് വന്നിരിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നോട്ട് ഏറെക്കാടിയുന്നതിനൊന്നും കുഴപ്പമില്ല. 5 തലങ്ങൾ പുതിയ നിയമത്തിൽ മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിന്റെ ഐതിഹ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് മശിഹാത്വവും ദാസത്വവും പുത്രത്വവും ദൈവത്വവും വെളിപ്പെടുത്തുന്നു. രണ്ടാമത്തെ സ്ഥലം ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോസ്തല പ്രവർത്തികൾ, സഭയുടെ ചരിത്രവും. മൂന്നാമത്തെ തലം പുതിയ നിയമസഭയുടെ കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ ആലേഖനം ചെയ്ത് ലേഖകന്മാരിൽ കൂടി രേഖപ്പെടുത്തിയ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളാ ലേഖനങ്ങളായി ഉപദേശ സത്യങ്ങൾ. വലിയ ലേഖനങ്ങളായി റോമാലേഖനം, കോരിന്ത്യ ലേഖനം, തെസ്സലോനിക്ക ലേഖനം, തിമോഥെയോസും എബ്രായരടക്കം കുറച്ച് മുൻഗണനാക്രമത്തിലും താഴെ പുറകോട്ട് ചില ലേഖനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 പത്രോസ് 1-2, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, തീത്തോസ്. അവസാന ലേഖനം 4-ാം തലം യൂദായും. 5-ാമത്തെ തലം പുതിയ നിയമത്തിലെ ഏകരാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം, വിശുദ്ധ വെളിപ്പാട് പുസ്തകം മറന്നീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. അതാണ് പുതിയ നിയമത്തിന്റെ സംക്ഷിപ്ത കാഴ്ചപ്പാട്. അതിനകത്ത് ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് മത്തായി 24. മത്തായി എന്ന എഴുത്തുകാരനിൽ കൂടി യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണത്തെ തൊട്ടുവെച്ചുകൊണ്ട് ദാനിയേലിലേക്ക് കടക്കാം. വായിച്ചത് ഇതാ: യേശു ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് എന്ന ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. യേശു പറഞ്ഞ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകം കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകൻ അന്ത്യകാലത്ത് എഴുന്നേൽക്കും. ശ്രദ്ധയോടെ. AD 30 ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഉലകത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി പരമയാഗമായി. അതിന്റെ തലയാഴ്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു പെരുന്നാൾ, ഓശാന പെരുന്നാൾ. യഹൂദനോടുള്ള ബന്ധത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, ആദിപലക്കറ്റയുടെ പെരുന്നാൾ, പെന്തക്കോസ് പെരുന്നാൾ, പാപപരിഹാര പെരുന്നാൾ, പെരുന്നാളുകളുടെ നിവർത്തിയായി അനുഗ്രഹിക്കപ്പെട്ട ഒരു പെരുന്നാൾ ആ ഓശാന പെരുന്നാൾ. AD 30 സ്നാപക യോഹന്നാന്റെ കീഴിൽ സ്നാനമേറ്റിട്ട് സങ്കലന യുഗത്തിന്റെ അവസാന കന്യായ യേശുനാഥൻ തന്റെ മിനിസ്ട്രിയായി ബന്ധപ്പെട്ട് ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ബേത്പകയുടെ അടിവാരം, ഒലിവുമലയുടെ താഴ്വാരത്തിൽ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ബേത്പകയും ബദാനിക്കും ഇടയിൽ വരുമ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, കുഞ്ഞുങ്ങളെ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയെയും കുട്ടിയെയും അഴിച്ചു കൊണ്ടുവരണം. ഒരുപക്ഷെ നാട്ടുകാർ ചോദിക്കും, അപ്പോൾ പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. 2 വീടുകൾ അവിടെ ഇന്ന് രാത്രി ഇൻസിഡന്റായി നിങ്ങളുടെ മുൻപിൽ ക്ലെയിം ചെയ്യുന്നു. എതിരെയുള്ള ഗ്രാമം, ഒരു കഴുതയും ഒരു കുട്ടിയും. ഇതൊരു പ്രവചനത്തിന്റെ നിവർത്തിയാണ്. യേശു ജനിക്കുന്നതിന് 550 കൊല്ലം പിറവിൽ ഭക്തനായ സക്കറിയാവ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ബേത്ലഹേം എഫ്രാത്തിനെ വരച്ചു കാട്ടുമ്പോൾ ഇങ്ങനെ പ്രതിപാദിക്കുന്നു. സക്കറിയാ പ്രവചനം 9:9: സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്ക, യെരൂശലേം പുത്രിയെ നീ ആർപ്പിടുക,
പുറപ്പെടുക. സിയോനിന്റെ രാജാവ് സൗമ്യനായി ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ട് അവൻ വരും. ജനിക്കുന്നതിന് 550 വർഷം മുമ്പ് എഴുതിയ പ്രവചനത്തിന്റെ നിവർത്തിയ ഓശാന പെരുന്നാളിൽ നിറവേറിയത്. ഇന്ന് രാത്രി നമ്മുടെ അന്ത്യകാല സംഭവമെങ്കിലും ഇടയ്ക്ക് ദൈവവചനം കേൾക്കുമ്പോഴൊക്കെ ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്യുന്നത് നല്ലതാ. ദൈവമേ, ഞാനത് പറയാറുണ്ട്. ഇപ്പം മുളക്കടയോ ഞങ്ങളുടെ മണക്കാല ബൈബിൾ കോളേജിലോ പഠിച്ച ഞാനോ ജെയിംസാറോ ആര് നിന്നില്ലേലും ഒരു കൊച്ചു പൈതൽ ദൈവവചനായിട്ട് ഇവിടെ നിന്നാലും അവൻ്റെ നാവിൽ കൂടി നിനക്ക് വേണ്ടിയുള്ള ഒരു ദൂത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് അത് ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവ്, ഈ 2-3 ദിവസം ഏറെ നാൾ അടഞ്ഞു കിടന്ന ദൈവമേ, എന്നോടൊരു വാക്ക് കൃപയാൽ ആ ദൈവത്തിൻ്റെ ദാസന് കൂടെ സംസാരിക്കണം. അതനുസരിച്ച് വേണം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. 5 കാര്യങ്ങൾ ഈ കഴുതയോടുള്ള ബന്ധത്തിൽ. 1, കഴുതയും കുട്ടിയും ബന്ധനത്തിൽ. 2, വനാന്തരത്തിന്റെ വേരിനകത്ത് ഇനി പുറത്തു പോകാൻ സാധ്യതയില്ല, ബന്ധിച്ചിരിക്കുക. 3, ഒരു ഡൈവോഴ്സ് കഴുതയായിരിക്കാം, അല്ലെ ഭർത്താവ് മരിച്ചതായിരിക്കാം. 4, ആശകളെല്ലാം അറ്റു. 5, ഒരുപക്ഷെ അവർ മരണം കാക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും ലാസ്റ്റ് പോയിന്റിനകത്തും വിടുതൽ തരുവാൻ സ്വർഗത്തിലെ ദൈവശക്തന. വെറും ഒരു കഴുതയും കുട്ടിയും നിങ്ങൾ മനസ്സിലാക്കി പോകരുത്. 5 കാര്യങ്ങളിൽ അവർ ബന്ധനത്തിൽ കിടക്കുമ്പോഴും എതിരെയുള്ള ഗ്രാമത്തിൽ തമ്പുരാന്റെ കരം ചെന്നെത്തിയപ്പോൾ സംഭവിച്ചത് 5 വിടുതൽ. 1, നിന്റെ കെട്ടുകളെ അഴിക്കുന്ന ദൈവം. 2, നിന്ദിച്ചവരുടെ നടുവിൽ നിന്ന് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവത്തിന്റെ പുത്രന് കഴിയും. 3, രക്ഷയുടെ വസ്ത്രം കഴുതയുടെ മേൽ വിരിക്കുവാൻ തമ്പുരാന് കരുണ തോന്നി. 4, നിന്നെ അപമാനിച്ച മൂവാറ്റുപുഴ പട്ടണത്തിനകത്ത് പൊന്നുപോലെ വീതിക്കകത്ത് നിന്നെ നടത്തുവാൻ ഈ സർവശക്തനായ ദൈവത്തിന് കഴിയും. 5, ഒരുപക്ഷെ നിന്റെ തലമുറയോ നിന്റെ കുഞ്ഞുങ്ങളോ ലോകത്തിന്റെ നെറുകയിൽ ഒരു പട്ടണത്തിൽ ചെന്നെത്തില്ലെന്ന് പറയുന്ന പോലെ യെരുശലേം ദൈവാലയത്തിന് മുൻപിൽ ഈ കഴുതയുടെ പിൻപിൽ ഒരു കരമിറങ്ങി വന്ന് അവനെ കൊണ്ടെത്തിച്ചെങ്കിൽ 2021 ആദ്യ രാത്രി നീ പറയണം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വക്കാര്. പ്രതിസന്ധി നിന്റെ കുടുംബത്തിന് നേരെ ആഞ്ഞടിച്ചാൽ, പ്രതികൂലം നിന്റെ കുടുംബത്തിന് നേരെ ആഞ്ഞടിച്ചാൽ, ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാൽ, നിന്റെ പരാജയം കാണുവാൻ നിന്റെ ശത്രുക്കൾ കൊതിച്ചാൽ, ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്ക് പറയണം. 2021 ദർശനത്തിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആദിയെങ്കിൽ കയ്പെങ്കിലും അന്ത്യത്തിൽ മധുരമാക്കുക. നിന്റെ വിലാപങ്ങളെ നൃത്തമാക്കുന്ന ഒരു ദൈവം, നിന്റെ കണ്ണുനീരിനെ മാറ്റുന്ന ദൈവം, നിനക്കെതിരെ പദ്ധതി വച്ചവന്റെ നാടുവിൽ നിന്നെ പൊന്നുപോലെ മാനിക്കുക. ഇന്ന് രാത്രി ചില കെട്ടുകൾ അഴിയട്ടെ. നാളുകളായി ദൈവദാസന്മാരുടെ ശുശ്രൂഷയ്ക്കെതിരെ, ദൈവ കുഞ്ഞുങ്ങളുടെ ഉയർച്ചയ്ക്കെതിരെ, കുടുംബങ്ങളുടെ ഉയർച്ചയ്ക്കെതിരെ പിശാച് കെട്ടിവെച്ച മതിലുകൾ ഇന്ന് രാത്രി സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കുഞ്ഞ് എല്ലാം അവസരം വിധി എഴുതുന്ന സ്ഥാനത്ത് സെക്കൻഡ് കൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുക. ഈ സർവശക്തനായ ദൈവത്തിന് കഴിയും. നീ ഉയരത്തില്ലെന്ന്, നീ ഇനി ഹല്ലേലൂയ ശുശ്രൂഷയിൽ മുന്നോട്ട് വരത്തില്ലെന്ന്, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് ആരൊക്കെ ഇന്ന് രാത്രി നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും, യോസഫേ, നിന്റെ കണ്ണുനീരിന്റെ പിൻപിൽ ഒരു കരമുണ്ടെങ്കിൽ, ചേട്ടന്മാർ നിനക്കെതിരെ വേലി കെട്ടിയാലും, നാട്ടുകാർ നിനക്കെതിരെ പരാതി പറഞ്ഞാലും, പൊത്തിപ്പേരുടെ ഭവനം നിനക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചാലും, കിണറ്റിനകത്ത് നിന്ന് നിന്നെ ഉയർത്തുവാൻ ഒരു കരമിറങ്ങി വന്നെങ്കിൽ, ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ വേലിക്കകത്തുകൂടി എന്നെ പടർത്തുക, എന്റെ ആത്മീയ മണ്ഡലത്തെ പടർത്തുക, എന്റെ ശുശ്രൂഷയുടെ മണ്ഡലത്തെ പടർത്തുക. ഇന്ന് രാത്രി ഒരു കരമിറങ്ങി വരുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഏറ്റെടുക്കണം. ഒരു ദൈവദാസന്റെ കരമല്ല ഇന്ന് രാത്രി നിന്റെ മേൽ ചലിക്കുന്നത്. ഇന്ന് രാത്രി വചനത്തിന്റെ കരം നിന്റെ കുടുംബത്തിൽ ഇറങ്ങിയ, വചനത്തിന്റെ കരം ദൈവദാസന്മാർ ഇന്ന് രാത്രി നിങ്ങളെ ടച്ച് ചെയ്താൽ, ഓ ഹല്ലേലൂയ, പണ്ടത്തെ പോലെ ഒരു ശുഭകാലം ഇന്ന് രാത്രി മടങ്ങിക്കൊണ്ടുവരുക. നിന്റെ പരാജയങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുവാൻ കരുത്തുറ്റ ദൈവം, നിന്നെ അപമാനിച്ചവരുടെ നടുവിൽ നിന്നെ ഉയർത്തുവാൻ കരുത്തുറ്റ ദൈവം, വഴിയിൽ പതിയിരുന്ന് നിന്നെ തകർക്കുക ശ്രമിച്ച കരത്തിന്റെ നടുവിൽ പൊന്നുപോലെ നീ താഴ്ന്നിരുന്ന 2021 ആത്മാവിൽ ഒരു ദൂത് പറയുക, അവന്റെ ബലമുള്ള കൈക്കീഴ് ഇന്ന് രാത്രി സിസ്റ്റർ നീ താഴ്ന്നിരുന്ന, ദൈവദാസന്മാരെ താഴ്ന്നിരുന്ന ആരും നിന്നെ തൊടണ്ട. അവന്റെ കരം ഇളകി വന്ന്, അവന്റെ കരം നിന്നെ ഒന്ന് ചലിപ്പിച്ചു
തുടങ്ങിയ എത്താത്ത പട്ടണത്തിനകത്ത്, എത്താത്ത മണ്ഡലത്തിനകത്ത് നിന്നെ പൊന്നുപോലെ കൊണ്ടു നിർത്തുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. കഴുതയുടെ പിന്നിൽ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ കഴുതയെ അന്വേഷിച്ചു പോയ ശൗലിന്റെ അപ്പന് പോലും അറിയത്തില്ല അവൻ ഇസ്രായേലിന്റെ രാജാവാകുമെങ്കിൽ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കള്, നീ രക്ഷയുടെ നിർണയം പ്രാപിച്ചപ്പോൾ നിന്റെ പിൻപിൽ ഒരു പ്ലാൻ സ്വർഗം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വചനം ഏറ്റെടുത്ത് പറയണം, അത് ശത്രുവിന് തകർക്കാൻ കഴിയത്തില്ല. 2021 കോവിഡ് ആഞ്ഞടിക്കട്ടെ, കൊറോണ ആഞ്ഞടിക്കട്ടെ, ശത്രു എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. എന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്, എന്റെ ഭവനത്തിൽ നിന്ന്, എന്റെ കൂട്ടുകാരിൽ നിന്ന്, എന്റെ രക്തബന്ധത്തിൽ നിന്ന് ആ കരം എന്നെ പിടിച്ചിറങ്ങിയെങ്കിൽ അതിനൊരു പദ്ധതി ഉണ്ട്. അത് നിർവഹിച്ച് ഹല്ലേലൂയ അത് പൂർത്തിയാക്കി എന്റെ ശുശ്രൂഷയെ മാനിക്കുവാൻ ഈ കരം വെളിപ്പെടും. വിശ്വസിക്കുന്നവരിലേക്ക് ഇന്ന് രാത്രി നാം നനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തപരമായ ശക്തി. ഒരു കഴുതയെ യെരൂശലേമിന്റെ ദൈവാലയത്തിൽ കൊണ്ടുവന്നാൽ അതിനെ കഴുത്തൊടിച്ച് മലഞ്ചെരുവിലേക്ക് താഴെയിടും, യഹൂദന്റെ പ്രമാണം. പക്ഷേ മക്കളെ, ഈ കഴുതയുടെ കഴുത്തിലോ ശരീരത്തിലോ ഒരുവനും കൈവെക്കാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. രക്ഷയുടെ വസ്ത്രം നിന്റെ മേൽ വീണാൽ ഇന്ന് രാത്രി ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വെച്ചാൽ, നിന്നെ തള്ളി താഴെയിടാൻ ശ്രമിച്ചാൽ, നിന്റെ പരാജയം കാണുവാൻ നിന്നാൽ, രക്ഷയുടെ ബോർഡിംഗ് പാസ് നിന്റെ അകത്തുണ്ടെങ്കിൽ, നിന്റെ അകത്ത് നിർണയം പ്രാപിച്ച രക്ഷയുള്ള ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിന്നെ തകർക്കുവാൻ ഒരു ദൂട്ട ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ദാവീദ് 8ാമത്തെ സന്തതിയാണല്ലോ. സ്തോത്രം. 7 മക്കൾ വീട്ടിലുണ്ട്. പഴയ നിയമത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകൻ ശമൂവേൽ ഇശ്യായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും. അഭിഷേകത്തിന്റെ തൈലവുമായി ഇശ്യായുടെ വീട്ടിൽ വന്നപ്പോൾ ഒരു കാര്യം നിങ്ങൾ ദൈവസന്നിധിയിൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ പോലെ മനസ്സിലാക്കണം. 7 ചെറുപ്പക്കാരെയും അതിന്റെ മുമ്പിൽ നിർത്തിയപ്പോൾ ശമൂവേൽ പ്രവാചകന്റെ കൈ അവന്റെ തലമേൽ വന്നില്ല. ഇന്ന് രാത്രി നിന്റെ അനുഗ്രഹത്തിന്റെ കൈ തക്ക സമയത്ത് വെളിപ്പെടും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആരൊക്കെ തന്നെ തള്ളിയാലും, ലിസ്റ്റിനകത്ത് പേരില്ലെങ്കിലും, ബാങ്ക് അക്കൗണ്ടില്ലെങ്കിലും, ആധാർ കാർഡില്ലെങ്കിലും, കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഞാൻ സർവശക്തനെ മുട്ടുമടക്കി ആരാധിച്ചാൽ എന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് അവന് വേണ്ടി കണ്ണുനീർ ഞാൻ ഒഴുക്കിയ കാട്ടിനകത്ത് ഒരു PhD MBBS ഹല്ലേലൂയ BD MD ഒന്നുമില്ലാതെ ഒരുത്തൻ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അവനെ പറ്റി ഒരു ക്ലെയിം സ്വർഗത്തിലുണ്ടെങ്കിൽ 2021 ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നെ പറ്റി ക്ലെയിം ഇല്ലെങ്കിൽ, ചർച്ച ബോർഡിന്റെ സ്റ്റേറ്റിലില്ലെങ്കിൽ, IPC-യിലില്ലെങ്കിൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറ, എന്റെ കരമടിയുടെ നടുവിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ദാവീദിന്റെ പിൻപിൽ ഒരു കരമിറങ്ങി വന്നെങ്കിൽ ഞാൻ കാട്ടിനകത്ത് എല്ലാ കാലവും കിടക്കുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. കോവിഡ് വരട്ടെ, പ്രതിസന്ധി വരട്ടെ, അതിന്റെ നടുവിൽ പൊന്നുപോലെ എന്റെ അപ്പന്റെ വീട്ടിനകത്ത്, ഞാൻ ജനിച്ച വീട്ടിനകത്ത്, എന്റെ സഹോദരങ്ങളുടെ നടുവിൽ എനിക്ക് വേണ്ടി ഒരു കരത്തെ വെളിപ്പെടുത്തി തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവശക്തന. നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ പൊന്നുപോലെ മാനിക്കുക, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുക. വാലായിട്ടല്ല കുഞ്ഞ്, 7 എണ്ണത്തിന്റെ നടുവിൽ വേണ്ടാത്തവര് 8ാമനെ പിടിച്ചുയർത്തുക. ഒരു കരമിറങ്ങി വന്നെങ്കിൽ പുതുവർഷത്തിൽ ഇന്ന് രാത്രി പറയണം, നിന്റെ തലമുറയ്ക്ക് മേൽ ആ കരം ചലിക്കട്ടെ, നിന്റെ കുഞ്ഞിന്റെ മേൽ ആ കരം ചലിക്കട്ടെ, നിന്റെ ഭാരമേറിയ വിഷയത്തിൽ ഇന്ന് രാത്രി ആ കരം ചലിച്ചു തുടങ്ങുക. വിശ്വസിക്കുന്ന ദൈവമക്കള് അപമാനിതരുടെ നടുവിൽ നിന്നെ അഭിമാനിക്കുന്ന തരത്തിൽ കൊണ്ടുവരുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ശൗലിന്റെ പിൻപിൽ ഒരു കരമിറങ്ങിയെങ്കിൽ, ദാവീദിന്റെ പിൻപിൽ ഒരു കരമിറങ്ങിൽ, 1000 ആണ്ട് ശാപത്തിൽ കടന്ന രൂത്തിന്റെ പിൻപിൽ ആ കരമിറങ്ങിയെങ്കിൽ, സിസ്റ്റർ ഇന്ന് രാത്രി നീ ഭാരപ്പെടണ്ട. ആരൊക്കെ നിന്നെ തള്ളിയാലും ഇന്ന് രാത്രി ആ കരം പിറകിലുണ്ടെങ്കിൽ നീ വിശ്വാസത്തോടെ പറയണം, തളർന്ന കരമല്ല, തളർന്ന കരമല്ല, എന്നെ ഉയർത്തുന്ന കരം എനിക്ക് വേണ്ടി 2021 ക്ഷണിക്കുന്ന രാത്രിയാണ്. വേഗത്തിൽ ആലയത്തിനകത്ത് ഓശാന പെരുന്നാളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം നടത്തുമ്പോൾ ആ കാലിക പ്രസക്തിയുള്ള ഘനഗാംഭീര്യമുള്ള ഒരു പ്രഭാഷണം അവിടെ നടത്തിയത്. യേശു ഇറങ്ങി വരുമ്പോൾ ആലയത്തിന്റെ പണി, 1-ാം ആലയം സമാഗമന കൂടാരവും, 2 ശലോമോന്റെ ദേവാലയം, 3 കോരശനെ കൊണ്ടുണ്ടാക്കി സെരുബാബേൽ പുതുക്കുന്നതും, 4 ബ്രിട്ടന്റെ ആധിപത്യത്തിൽ ഹെരോദാവിന്റെ ഒത്താശയുടെ 46 വർഷം കൊണ്ട് രമ്യകർമ്മമായി തൂക്കുവിളക്കുകളും അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളും ചെടിച്ചട്ടുകളും നിരത്തി വെക്കുമ്പോൾ പ്രഭാഷണം കഴിഞ്ഞ് യേശു
ദൈവാലയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു ഇതൊക്കെ കാണുന്നില്ലയോ? യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ചേറ്റിപ്പാതെ ഇടിഞ്ഞു പോകും. ചൊല്ലിയത് AD 30 സംഭവിച്ചത് AD 70 ടൈറ്റസ് ആഫ്രിക്കയിൽ നിന്ന് ആനയെ കൊണ്ടുവന്ന് അതിനെ തകർത്ത് കളഞ്ഞു. ഇന്ന് രണ്ട് കാര്യങ്ങൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ശലോമോൻ പറഞ്ഞ വിലാപം അതിൽ ഇന്നും അവിടെ ഉണ്ട്. 2, യേശു പ്രവേശിച്ച കിഴക്കേ വാതിൽ. ആഗോള പ്രശ്നം, യഹൂദന്റെ ദേവാലയമില്ല. ഒത്തിരി പ്രഭാഷണങ്ങൾ യേശു ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ നിത്യജീവന്റെ മൊഴിമുത്തുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പതിവിന് വിപരീതമായി ഉലകത്തിന്റെ അവസാനത്തെ പറ്റി ചില കാൽപ്പനികമായ സൂക്തങ്ങൾ അന്ന് ആലയത്തിൽ പറഞ്ഞു. സായസന്ധ്യയിൽ യേശു ഒലിവുമലയിൽ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ശിഷ്യന്മാർ അവിടേക്ക് ചെന്ന് ചോദിക്കുന്ന ചോദ്യമായത് സെർമൺ ഓഫ് ദ മൗണ്ട്, യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം. ബൈബിൾ പഠിതാക്കൾ, ബൈബിൾ കോളേജുകാരെല്ലാം എസ്കറ്റോളജിയിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വചനമാ ഇന്ന് രാത്രി തൊട്ടുവെച്ചത്. യുഗാന്ത്യ സംഭവം കുറിവാക്യം കുഞ്ഞു വായിച്ച് യേശുവിനോട് ചോദിച്ചു, ഗുരു അതെപ്പോൾ സംഭവിക്കും? 3 കാര്യങ്ങൾ. നിന്റെ വരവ്, നീ പോയിട്ട് മടങ്ങി വരും, ഈ ലോകം അവസാനിക്കുക, എൻഡ് ഓഫ് ദ വേൾഡ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി ട്രെയിൻ വരുന്നതിന് മുമ്പ് വിളിച്ചുകൊണ്ടിരിക്കും, ഗാഡി എക്ക് നമ്പർ പ്ലാറ്റ്ഫോമിൽ പവൻ ചെയ്യുക. മിക്കവാറും പുളിന്താനത്തുള്ളവരെല്ലാം നെടുമ്പാശ്ശേരി വഴി ഫ്ലൈറ്റ് യാത്ര ചെയ്തായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഇൻ നെടുമ്പാശ്ശേരി ടു ദുബായ് നൗ ഗോയിങ് ബോർഡിംഗ് പാസ് ഇമിഗ്രേഷൻ ചെക്ക് എന്ന് പറയുന്നത് പോലെ സിഗ്നലുകളും ചോദിക്കുന്നു. എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ? യേശു ആദ്യം പറഞ്ഞത് മൂവാറ്റുപുഴ ബസ് ടെർമിനൽ വരുമെന്നല്ല, കാക്കനാട് ഇൻഫോ പാർക്ക് വരുമെന്നല്ല, നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുമെന്നല്ല, വല്ലാർപാടം കണ്ടെയ്നർ വരുമെന്നല്ല. ആദ്യം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇച്ചിരി കടന്ന് പറയുക, നാളെ തന്നെ സ്ഥലം വിട്ടേക്കാം. തെറ്റിക്കുന്ന ഉപദേശക്കാർ, അതിൽ നമ്മുടെ പിതാക്കന്മാർ കൊളുത്തിയ പ്രസ്ഥാനങ്ങൾക്കും അവർ പരവതാനി ഇട്ട് കൊടുത്തായിരുന്നു. സ്വോത്രം. ഇപ്പൊ അതിന്റെ തീവ്രത അനുഭവിച്ചുകൊണ്ടിരിക്കുക. രക്ഷ പ്രസംഗിക്കാതെ, മാനസാന്തരം പ്രസംഗിക്കാതെ, സ്നാനം പ്രസംഗിക്കാതെ, വേർപാട് പ്രസംഗിക്കാതെ, നിത്യത പ്രസംഗിക്കാതെ, മരണാനന്തര ജീവിതം പ്രസംഗിക്കാതെ, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. യേശു അത്ഭുതം ചെയ്യുന്നു, യേശു വിടുവിക്കുന്നു, കടഭാരം മാറ്റുന്നു, ദ്വന്ദ്വയുദ്ധം, മുഴങ്കാൽ യുദ്ധം, ഡുനാമിസ്, ഫയർ ഫൈറ്റിങ്, കരിസ്മ. ഈ പരിപാടി ഒന്നും ഞാനൊക്കെ പഠിച്ചിടത്തോളം ഇതിനകത്തില്ല. ദൈവനാമത്തിൽ വിടിരിക്കുന്ന എല്ലാം വിലപ്പെട്ട ദൈവാശന്മാരാ, എന്നെക്കാളും സീനിയർവാ. അതുകൊണ്ട് വേദി പ്രസംഗിക്കാൻ ആളെ കിട്ടിയില്ലെങ്കിലും ബൈബിൾ കോളേജ് പഠിക്കുന്ന ഒരു കൊച്ചിന് 200 രൂപ വണ്ടിക്കൂലി കൊടുത്തെങ്കിൽ അവനെ പ്രസംഗിപ്പിക്കുന്ന ഒന്നുകൂടെ നല്ലത്. ഈ ഇളക്കാൻ വന്ന് ഇതെല്ലാം ചെയ്യാവുന്നവനെ വന്നു കഴിഞ്ഞാൽ സഭയിലെ കുഞ്ഞാടിന്റെ കഴുത്തെ മുണ്ടോട്ട് അവനങ്ങ് കൊണ്ടുപോകും. സ്വോത്രം. അതുകൊണ്ട് ഈ പരിപാടിക്ക് ചർച്ചക്കൂടുകാർ, IPC-ക്കാർ, ഷാരോങ്കാർ, അതുപോലെ തന്നെ AG-ക്കാർ, ന്യൂ ഇന്ത്യ, വിശ്വാസത്തിലും വിശുദ്ധിയിലും വേർപാടിലും പ്രത്യാശയിലും ജീവിക്കുന്ന ദൈവദാസന്മാർ മീഡിയ കൂടെ കേട്ടാലും കുഴപ്പമില്ല, പരവതാനി കൊടുക്കരുത്. ഈ 9 മാസമായിട്ട് മൂവാറ്റുപുഴക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ അത്ഭുതം ചെയ്യുന്ന യേശു. മൂവാറ്റുപുഴയിൽ നിന്ന് എവിടെ പോയി? കാലത്തെ മൂവാറ്റുപുഴ അത്ഭുതം ചെയ്യും, 10 മണിക്ക് തൊടുപുഴയിൽ അത്ഭുതം ചെയ്യും, 12 മണിക്ക് കോട്ടയത്ത് അത്ഭുതം ചെയ്യും, 4 മണിക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് അത്ഭുതം ചെയ്യും. ആ യേശു ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു അല്ല, അത് മറ്റൊരേശു, മറ്റൊരാത്മാവ്, മറ്റൊരു സുവിശേഷം. ആ യേശു ശ്രീലങ്ക വഴി ഇപ്പൊ ബീജിംഗിലേക്ക് പോയിരിക്കും. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പരിപാടികൾക്ക് ഒറ്റ പരിപാടിക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ സഭയിൽ 5 പേരെയുള്ള തമ്പേർ കൊട്ടി പഴയ ആൾക്കാരാണ് പാട്ടുപാട്. 4000 പേരുള്ളിടത്തല്ല ദൈവ സാന്നിധ്യം. യെരുശലേമിന്റെ ദൈവാലയത്തെ 1000കണക്കിന് പേരുണ്ടായിരുന്നു. പക്ഷേ സിഹിയോൻ മാളിക മുറി വെറും 120 ഉള്ളായിരുന്നു. അതിന്റെ നടുവില പുത്തൻ അഭിഷേകത്തോടെ ദൈവസഭ ആരംഭിച്ചത്. ആളെ കൂട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള ആൾക്കാരെ, എൻ്റെ പ്രിയ കർത്താവിൽ എൻ്റെ കൂടപ്പുറപ്പുകളെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കേറ്റരുത്. കോവിഡ് വന്നപ്പോൾ അത്ഭുത രോഗശാന്തിക്കാരെ ഒന്നും കാണുന്നില്ല. അവരിപ്പോ ഹോസ്പിറ്റലിൽ പോയി അവർ തന്നെ കോവിഡ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുക. സ്വോത്രം. വിടുതലുകാർ. അതുകൊണ്ട് മർക്കോസ് വിശേഷം മത്തായി 24 വചന സഹോദരിമാരും പഠിച്ചോണം. വിഷമിക്കരുത് നല്ല സഹോദരിമാരാ. ഈ മതിലിയാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജെയിംസ് സാർ ഇവിടെ ഇരിക്കുന്നെങ്കിലും അങ്ങ് പറഞ്ഞു പോവാ. ഈ മതിലിയാടുന്ന സഹോദരന്മാർക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. സഹോദരിമാരാ മതിലിയാട്ടത്തെ മുൻപന്തി. അവിടെ അത് നടക്കുന്ന പൊന്നമ്മ, അത് അവിടെ നടക്കുന്ന ചിന്നമ്മ എന്ന് പറഞ്ഞ് മതിലിയാടുന്ന പോയ ഒത്തിരി ചിന്നമ്മയുടെയും മറിയാമ്മയുടെ തങ്കമ്മാമ്മയുടെ ഒക്കെ ചരിത്രം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഇപ്പൊ മിണ്ടാതിരിക്കുന്നേ ഉള്ളു. സ്വോത്രം. അതുകൊണ്ട് ദൈവസഭയിൽ മുട്ടുമടക്കി നിന്റെ വിഷയത്തെ ഏറ്റുപറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന പാസ്റ്ററെ നോക്കണ്ട, നേതാക്കളെ നോക്കണ്ട, നീയും സ്വർഗവുമായിട്ടൊരുടമ്പടി ഉണ്ടെങ്കിൽ അതിനെ നോക്കി നീ യാത്ര ചെയ്യും. ഞാൻ എപ്പോഴും പറയാറുണ്ട്,
നിന്നെ വിളിച്ചിറക്കിയപ്പോൾ രക്ഷയുടെ ഒരു നിർണയം ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ചാല് ദൈവം ഒരുക്കിയിട്ടുണ്ട്. നീ അതിലങ്ങ് ഉറച്ചു നിന്നാ മതി. നീ ലോകരെ നോക്കണ്ട. അത് നിന്റെ നിത്യത വരെ കൊണ്ടുവന്ന ചാല. അങ്ങനെയെങ്കിൽ ഈ യേശുക്രിസ്തുവിന്റെ ഉലുമല പ്രഭാഷണം മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21, മർക്കോസ് 13:5 ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. മർക്കോസ് 13:15 നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. വീണ്ടും മർക്കോസ് 13:39 ആ കാലം എപ്പോഴെന്നറിയായികയാൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും മരണാനന്തര ജീവിതവും നിത്യതയും പ്രസംഗിക്കുന്ന വചനത്തിന്റെ അരുളപ്പാട് കൊടുക്കുന്ന ഏത് സഭയിലും നിനക്ക് പോകാം. ആ സഭ പരിശുദ്ധാത്മാവിനാൽ പത്യോപദേശത്തിൽ പണിയപ്പെട്ട സഭയാണ്. അല്ലാതെ ഒരിക്കൽ കൂടി മീഡിയയിൽ കൂടി ഇപ്പൊ 200 പേർക്ക് പെർമിഷൻ സർക്കാർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ ജനറേഷൻകാർ വീണ്ടും ഇറങ്ങാൻ സാധ്യതയുണ്ട്. കടഭാരം യേശു അത്ഭുതം ചെയ്യുന്നു, യേശു ഇപ്പൊ വിടുവിക്കുന്നു. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളിൽ. അവിടെ വരെ നിർത്തുക, പുറത്ത് കേൾക്കുന്നത് കൊണ്ട് തൊടുന്നില്ല. ഏത് ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ടല്ലോ. ഉത്തരം യേശു പറഞ്ഞു, ഞങ്ങൾ ആരും പറഞ്ഞല്ല. അടുത്ത വാക്യം, ദ സെക്കൻഡ് പോയിന്റ്. 6 വാക്യം വായിക്കുമ്പോൾ നിർത്തും. 2-ാം വാക്യം മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 32, 33, 34, 35 വരെ വായിച്ചാട്ടെ. മത്തായി 24, 32, 31, 34, 35 വാക്യങ്ങൾ. എൻ്റെ ആഗ്രഹം, എനിക്കൊക്കെ വളരെ ശ്വാസത്തിനും ബ്രീത്തിങ്ങിനും ഒക്കെ കുഴപ്പം, എപ്പോഴാണ് വീഴുന്നതെന്ന് പോലും അറിയത്തില്ല. പക്ഷേ എൻ്റെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണാലും ഒരു 10 പേരെങ്കിലും ഇതെടുത്ത് പ്രസംഗിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. സ്വോത്രം. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറുപ്പക്കാരെ മുഴുവൻ എൻകറേജ് ചെയ്യുന്നത്. മോനെ, നീ ധൈര്യമായിട്ട് പ്ലാറ്റ്ഫോമിൽ കയറി, കർത്താവ് നിന്നെ നടത്തും. സ്വോത്രം. ഈ ഡോക്ടറേറ്റും PhD ഒക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. കയറുമ്പോൾ ഒരു അഭിഷേകം ദൈവം നിനക്ക് തരും. നിന്റെ നാവിൽ കൂടി സംസാരിക്കുക. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരോടും സിസ്റ്റർമാരോടും എല്ലാം പറയുന്നത്, നിങ്ങൾ ഇത് നോട്ട് ചെയ്യണം. അതുകൊണ്ട് വാക്യം മോള് വായിക്കും. മത്തായി 24, 32, 33, 34, 35 വാക്യം നിർത്തി വായിച്ചാട്ടെ മക്കളെ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. ഒന്നാമത്തെ കാര്യം, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളിക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇസ്രയേൽ ഇന്ന് അത് പറഞ്ഞിട്ട് ഞാൻ നിർത്തും. പാഷ എന്നോട് പറയാം 10 മണിക്ക് നിർത്താന്ന. ഞാൻ എങ്കിലും 9:30 നിർത്താം. സ്വോത്രം. അതുകൊണ്ട് വിഷമിക്കരുത്. കുറെ നാളായിട്ട് യോഗം ഇല്ലാത്ത ഒരു ഉമ്മൻ ജോൺ പാഷ എനിക്ക് വന്ന് കട്ടൻ വെള്ളം അനത്തി തരും. വിഷമിക്കേണ്ട. സ്വോത്രം. ഇല്ല, ഞാൻ ഓർഡർ ചെയ്യാൻ നിൽക്കട്ടെ. അങ്ങനെ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അടുത്തത്, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. അടുത്തത്, എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇതെല്ലാം നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട ചരിത്രം ഇന്ന് അവസാനം പറയുമ്പോഴേ നിങ്ങൾ എഴുന്നേറ്റ് പോകാവൂ. അടുത്തത്, അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ, ഈ തലമുറ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ, ഈ തലമുറ കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കോവിഡ് കാലത്ത് പുള്ളിക്കാരനും മറ നീക്കി പുറത്തു വരാൻ പോകുന്നു. അതിന്റെ ലക്ഷണ 11 കാര്യം പറഞ്ഞത്. അടുത്തത്, ഇതൊക്കെ സംഭവിക്കുവോളം ഇതെല്ലാം പുളിന്താനത്തെ ദൈവമക്കളും മൂവാറ്റുപുഴയിലെ ദൈവദാസന്മാരും കടന്നു വന്ന അമ്മാമ്മമാരും എല്ലാം ഇത് കണ്ണുകൊണ്ട് കാണും. അതാ പറഞ്ഞത്. അടുത്തത്, ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന്. ഈ തലമുറ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 95% പേര് ദൈവദാസനാകുന്ന ഞാൻ എന്ന് പറയുന്നു. നിങ്ങൾ ചവപ്പെട്ടി കയറി ചുമ്മാതെ ഫ്രീസർ കയറ്റിയിരുത്തി പിനോളിനും അടിച്ച് മൂവാറ്റുപുഴ കൂടെ ലോകെ ഞാൻ നോട്ടം തികച്ചെന്നും പാട്ട് ശോഷപ്പയും വെടിയൊന്നും വേണ്ടി വരത്തില്ല. പരിപ്പ് വട. ഇവിടെ ഇരിക്കുന്ന 95% ആൾക്കാരും ഈ ബൈബിളിലെ പ്രവചനങ്ങൾ മുഴുവൻ കണ്ടവരാ. 90% പ്രവചനം നിറവേറി. അതുകൊണ്ട് ഈ തലമുറ, ദിസ് ജനറേഷൻ നോട്ട് ഗോയിങ് ടു സെമിത്തേരി. ഇംഗ്ലീഷ് പറഞ്ഞാൽ സെമിത്തേരി പോകത്തില്ലെന്ന്. അടുത്തത്, ബാക്കി നാൾ ഒഴിഞ്ഞു പോകുകയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യെശയ്യാവും ഇരമ്യാവും ദാനിയേലും യഹസ്കേലും സക്കരിയാവും അല്ല പറഞ്ഞത്. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് മൊഴിഞ്ഞ നിത്യജീവന്റെ മൊഴി. അടുത്തത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. 2021 തൊട്ട് അത് കാണാൻ പോവാ. കൊറോണയ്ക്ക് ശേഷം വരാൻ പോകുന്ന സാമ്പിള്. അടുത്തത്, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അടുത്ത വാക്യവും കൂടി പുളിന്താനത്തുകാർ കേൾക്കണം. അടുത്തത്, ആ നാളും വരവിന്റെ നാളും നാഴികയും സംബന്ധിച്ചോ അടുത്തത്, എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പിന്നെ മുണ്ടക്കയത്ത് അലക്സ് പ്രവാചകൻ 2025 കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ ശരിയാണോ? നാളും സമയവും മനസ്സിലാക്കണം. അയ്യോ എൻ്റെ പൊന്നുമക്കളെ, ഇതിലങ്ങ് ചെന്ന് വീടല്ലേ. 97 ഒരു കൊറിയാക്കാരെ അമേരിക്കയെ പറഞ്ഞതാ ഇപ്പൊ കർത്താവ് വരുമെന്ന്. എല്ലാം കൂടെ ടെൻ്റ് അടിച്ച് പാട്ടും തുടങ്ങി. കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എല്ലാം തന്നെ. 97 കർത്താവ് വന്നില്ല. അവൻ വിഷം കലക്കി കൊടുത്ത് എല്ലാം തീർന്നു. സ്വോത്രം. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുന്ന പുത്രനും അറിയത്തില്ല, ബ്ലാക്ക് കാറ്റ് കമാൻഡോ ദൂതനും അറിയത്തില്ല. അപ്പച്ച സിഗ്നൽ കൊടുത്തിട്ടേ പുള്ളി വരത്തുള്ളൂ. അതുകൊണ്ട് ഇനി മൂവാറ്റുപുഴയും തൊടുപുഴയും മുളക്കടയും ചർച്ച് സ്റ്റേഡിയത്തിൽ ആരെങ്കിലും യേശു ഇത്രാം തീയതി ഇത്ര സമയത്ത് വരുന്നെന്ന് പറഞ്ഞാൽ അവന്റെ പേര് കള്ളപ്രവാചകൻ എന്നാ. സ്വോത്രം.
ആ നാൾ അത് പറയാൻ വേണ്ടിയാ മോളെ കൊണ്ട് അത് വായിച്ചതിൻ്റെ ബാക്കിയല്ല. അതുകൊണ്ട് മുണ്ടക്കായ തലപ്പുഷ പ്രവാചകനോ പത്തനംതിട്ടയിലോ തോമാച്ചായനോ അവറാച്ചായനോ കൂടല്ല ഞങ്ങളുടെ കുഞ്ഞുവാനച്ചായനോ ആര് വന്ന് യേശു നാളെ വരുന്നെന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും നിങ്ങൾ കേൾക്കരുത്. സ്വർഗത്തിൽ എന്തൊക്കെ സ്ഥിരമായി നിൽക്കുന്നത് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ തിരുവചനം. അതുകൊണ്ട് അക്ക വിട്ട് ബൈബിൾ സ്റ്റഡി പോലെ പോകുന്നത്. 4 ലക്ഷണങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മീഡിയയിൽ കാണുന്ന ഒന്നാമത്തെ ലക്ഷണം അത്തിയാകുന്ന യഹൂദൻ. ശ്രദ്ധയോടെ വാക്യം 3 മരങ്ങളോട് യഹൂദനെ ഉപയോഗിച്ചിട്ടുണ്ട്. 1 അത്തി അവന്റെ രാഷ്ട്രീയ റഫറൻസ് ബൈബിൾ ഹോശയ്യ 9:10. അത്തിവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു, ഇസ്രായേൽ രാഷ്ട്രീയം. 2 നിർണായകമായ അടുത്ത കാര്യമാ മുന്തിരി, യോഹന്നാൻ 15:1-2. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരന്, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. അതിന്റെ പേര യഹൂദന്റെ ആത്മീയ. 3-മത്തെ കാര്യം സൗന്ദര്യം. അങ്ങനെ ഒരു ഏറ്റവും നല്ലൊരു സങ്കീർത്തനമുണ്ട്. അത് മിക്കവാറും ദൈവസഭയിൽ അങ്ങനെ വായിക്കാറില്ല. കല്യാണ സമയത്താണ് മിക്കവാറും അത് വായിക്കുന്നത്. Psalms 128. നിങ്ങളപ്പം ബിരിയാണിക്ക് ചിക്കനും അടികൂടും. ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ കവർ നോക്കിയിരിക്കും. വായിക്കുന്നത് ഏതെങ്കിലും പാവപ്പെട്ട പാസ്റ്റായിരിക്കും. സങ്കീർത്തനം 128. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിന്റെ ഫലം മൂവാറ്റുപുഴ വിവറേശത്തിൽ എത്തത്തില്ല. നിന്റെ ഭാര്യ വീട്ടിനകത്ത് ചന്ദന വഴിയും കറുത്തമുത്തും കാണത്തില്ല. വൈകിട്ട് പ്രാർത്ഥന നടക്കും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ആയിരിക്കും. സ്വോത്രം. എന്തിനായി കല്യാണത്തിന് ദൈവദാസന്മാരെ വിളിച്ച് മൈൽ കണക്കിന് പ്രസംഗിപ്പിക്കുന്ന ഈ ഒറ്റ സങ്കീർത്തനം പറഞ്ഞാൽ പോരെ? നിന്റെ കുടുംബ പ്രാർത്ഥനയുണ്ട്, കുടുംബം അനുഗ്രഹിക്കപ്പെടും, വേലയുടെ കാശ് വീട്ടിലെത്തും, ഒലിവുമയം പോലെ സൗന്ദര്യം ഉണ്ടായിരിക്കും. 3 മരങ്ങൾ, അത്തി രാഷ്ട്രീയം, മുന്തിരി ആത്മീയം, ഒലിവ് സൗന്ദര്യം. എന്തുകൊണ്ട് അത്തി തളർത്തു? ആ കാര്യം ഇന്ന് പറയുമ്പോൾ ലാസ്റ്റിൽ ഞാൻ അവസാനിപ്പിക്കാം, വൈൻഡപ്പ് ചെയ്യാം. 2 അവൻ അടുക്ക വാതിൽക്കൽ. ഒരു സ്ഥലത്ത് ഇസ്രായേൽ തളുക്കുമ്പോൾ കോവിഡിന്റെ പരിസമാപ്തിയിൽ ഉലകത്തെ പിടിക്കുവാൻ ഒരിക്കൽ കൂടി അവൻ വരുന്നു. അതിന്റെ പേര് ദ വൺ വേ വേൾഡ് ഓർഡർ വിത്ത് മൈക്രോചിപ്പ്. അതിന്റെ കൂടെ ഇന്ന് രാത്രി ഇതെല്ലാം തൊട്ടുവെച്ചായിരിക്കും കൺക്ലൂഡ് ചെയ്യുന്നത്. ഒരുവൻ ലോകത്തെ ഭരിക്കുവാൻ വരുന്നു. നമ്പർ 1 യഹൂദ ലക്ഷണം. നമ്പർ 2 എതിർ ക്രിസ്തുവിന്റെ ലക്ഷണം. നമ്പർ 3 പ്രപഞ്ച ലക്ഷണം. ആകാശം, ഭൂമി, സൂര്യൻ, നക്ഷത്രങ്ങൾ. ലൂക്കോസിലെ സുവിശേഷത്തിൽ ആകാശത്തിലും ഭൂമിയിലും ചന്ദ്രനിലും നക്ഷത്രങ്ങൾ. ഞാൻ തൊടുന്നില്ല. വെളിപ്പാട് 6:12-13. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യ, അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക്. സകല ഭൂമിയും ദ്വീപും സ്വസ്ഥാനത്ത് ഇളകിപ്പോയി. സിംഹാസനത്തിലിരിക്കുന്ന ഉന്നതന്മാർ പാറയുടെ ചുവട്ടിലും മലയുടെ ചുവട്ടിലും നിന്ന് ഞങ്ങളുടെ മേൽ വീഴുവീൻ. ഇപ്പം ഇതാ 4 ലക്ഷണത്തിൽ 3-മത്തെ ലക്ഷണം. നമ്പർ 1 അത്തിയാകുന്ന ഇസ്രായേൽ. നമ്പർ 2 എതിർ ക്രിസ്തു. നമ്പർ 3 പ്രപഞ്ച ലക്ഷണം. 4 മാർഗലക്ഷണം. അത് ഇന്ന് രാത്രി തൊട്ടുവെക്കും. 1 വേൾഡ് റിലീജിയൻ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ 2021 പുളിന്താനത്താരോട് പറയുന്നു. ഇന്നത് ഞാൻ വായിച്ചിട്ടേ നിർത്തൂ. 2021 ആ വാക്യം ബൈബിളിലുണ്ട്. 2021 ഇറാഖിലേക്ക് പോകുന്നു. ഇതെല്ലാം വരവിന്റെ ലക്ഷണങ്ങൾ. അങ്ങനെയെങ്കിൽ അവൻ അടുക്ക വാതിൽക്കൽ. ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്റെ ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. ഒരിക്കൽ കൂടി 4 ലക്ഷണങ്ങൾ. ഇസ്രായേൽ, എതിർ ക്രിസ്തു, പ്രപഞ്ച ലക്ഷണം, ഏക ലോക മതം. ലോകം 3. 1-മത്തെ ലോകത്തിന്റെ പേര് പുരാതന ലോകം. അതിനെ വെള്ളത്താൽ തീർത്തു, കാസ്മോസ്. അടുത്തത് ഇന്നുള്ള ലോകം. ഇതിന്റെ പേരാ പഠിക്കുന്ന മക്കളെ അയോൺ. 2 പത്രോസ് 3:10. ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. 3-മത്തെ ലോകം, വരുവാനുള്ള ലോകം. ആ പ്രത്യാശ ഉണ്ടായതുണ്ടല്ലോ കോവിഡായിട്ട് ഇത്രയും പേര് ഇവിടെ വന്നത്. വെളിപ്പാട് 21:2. ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. വരുവാനിരിക്കുന്ന ലോകം, അതിന്റെ പേരാ ഗ്രീക്ക് മൂലഭാഷ വൈക്കോമിന. ഇതൊക്കെ പഠിച്ചോണം ദൈവത്തെ ഓർത്ത്. അങ്ങനെയെങ്കിൽ 3 ലോകങ്ങളിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ തൊട്ടുവെക്കുന്നത് ഈ കാലഘട്ടത്തിലും അവന്റെ മിലിറ്ററി ലോകത്തിനകത്ത് ആഞ്ഞടിക്കുന്നു. അങ്ങനെ ഒരു മിലിറ്ററി ലോകത്തിലേക്ക് കടന്നു വരുമോ? വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ വടജനം. അതിനെ ബേസ് ചെയ്ത് ഇന്ന് രാത്രി ദാനിയേലിലേക്ക് കടക്കും. പഴയ നിയമത്തിലെ വെളിപ്പാട് ദാനിയേൽ 12 അധ്യായങ്ങൾ, പുതിയ നിയമത്തിലെ വെളിപ്പാട് 22. അങ്ങനെയെങ്കിൽ ഇന്ന് ലോകം കാക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം, കഴിഞ്ഞ ദിവസത്തെ മനോരമ പത്രം വായിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നിങ്ങൾ BBC-യും CNN-ഉം അതുപോലെ തന്നെ റഷ്യ ടുഡേ ചെക്ക് ചെയ്തില്ലെങ്കിലും ദാണ്ട് ഒരു പുള്ളിക്കാരൻ ലോകത്ത് നിന്ന് പോയി. വല്ലൊരു ഇത് വായിച്ചായിരുന്നു? കഴിഞ്ഞ ദിവസം വായിച്ചായിരുന്നു, ബ്രിട്ടൻ ബ്രെക്സിറ്റിൽ പുറത്തു പോയി.
വല്ലൊരു മനോരമ വായിച്ചായിരുന്നോ? പടിയടച്ച് ബ്രിട്ടൻ. എന്താ ബ്രിട്ടൻ? ശ്രദ്ധയോടെ ഇരിക്കണം. 1974 മുതൽ ലോകത്തിന്റെ ചരിത്രത്തിൽ വേരിയേഷനും 1991 ചരിത്രം തൊടുന്നില്ല, നിന്ന ദിവസങ്ങൾ പോ. 1921 അമേരിക്കയിലെ ക്യാമ്പ് ഉച്ചകോടിയിൽ പിന്നെ പ്രസിഡന്റ് അന്നത്തെ ജോർജ് ബുഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകരാജ്യങ്ങൾ ഒരുമിക്കണം. അന്ന് പ്രമേയങ്ങൾ കൊണ്ടുവന്നു. 1994 വീണ്ടും അടുത്തതായി 99 യൂറോ കയറി. 2004 ഒരാഗോള ഗവൺമെന്റിന് വേണ്ടി ലോകം വരുമ്പോൾ 2001 മുതൽ യൂറോപ്യൻ യൂണിയൻ EU 12 അംഗങ്ങൾ വോട്ടവകാശം. ബാക്കി 18 പേർക്ക് ചായ കുടിച്ചിട്ട് മിണ്ടാതിരിക്കണം. അതിൽ 12 അംഗങ്ങളെ സ്വർഗത്തിലെ ദൈവം വചനപ്രകാരം തെരഞ്ഞെടുത്തു. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. അതിൽ 12ാമത്തെ ബ്രിട്ടൻ കിടക്കുന്നു. പൊന്നമ്മാമ പുളിന്താനത്ത് നല്ല ചെമ്മീൻ നല്ല നെയ്മീൻ മേടിച്ചിട്ട് വാല് വെട്ടി മാറ്റുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞ ദിവസം വെട്ടി. 2021 അവൻ മാറി. അങ്ങനെയെങ്കിൽ 12ൽ 11 പോയി. ഇനി ഒരുത്തനൂടെ പോയാൽ അന്ന് രാത്രി എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ വരും. പ്രവചനം വെളിപ്പാട് 13:1-2 മോൾ വായിക്കുന്നില്ല. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലിക്ക് സദൃശം തകർന്ന ഗ്രീസ്, അതിന്റെ കാൽ കരടിയുടെ കാൽ ഇന്നത്തെ ഇറാൻ, അതിന്റെ വായ് ഇന്നത്തെ മഗധിയാം ബാബിലോൺ ഇറാഖ്, അതിന് മഹാസർപ്പ ഏദനിൽ കണ്ട കുഞ്ഞു പാമ്പ്. വെളിപ്പാട് പുസ്തകത്തിൽ ഉലകത്തെ വാഴുന്ന സാറ്റാനിക് എലിമിനാറ്റി മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും സിംഹാസനം കൊടുത്തെങ്കിൽ എല്ലാ പ്രവചനങ്ങൾ കണ്ട തലമുറയോട് 12ാമത്തെ സംഭവമായി ബ്രിട്ടൻ മാറിയെങ്കിൽ ഈ തലമുറയിൽ അവൻ അടുക്ക വാതിൽക്കൽ. അവനാര്? ഉലകത്തെ പിടിക്കുവാൻ ഒരു ഭരണാധികാരി വരുന്നു. അവന്റെ പേരാ തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മക്കളെ, അങ്ങനെ ഒരു ഭരണാധികാരി വരും. തൊടുന്നില്ല. ഉൽപ്പത്തി 10:8-9-10 അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷീനാർ ദേശത്ത് ബാബേൽ, ഏരക്, അക്കാദ്, കൽനെ, അവിടെ നിന്ന് അശൂർ, സിറിയയിൽ നിന്ന് കത്തം നടത്തുന്ന ഒരുവൻ എഴുന്നേറ്റ് വരാൻ പോകുന്നു. യഹൂദന്റെ ജീനിൽ പറന്ന് ഒരുവൻ ഉലകത്തെ പിടിക്കുവാൻ വരുന്നു. യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ. ഈ ഭരണകൂടം എല്ലാം തകരുന്നതിന്റെ പിന്നെ ഇന്ന് രാത്രി ഈ വചനം കുഞ്ഞ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ ഒരുവൻ എഴുന്നേറ്റ് വരും. എന്താ? അങ്ങനെ ഒരു ഭരണാധികാരി വന്നാൽ നാം വചനത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഭരണാധികാരി ആദ്യം വന്നാൽ ലോകത്തിൽ എന്ത് ചെയ്യും? അവൻ നിയമത്തെ കൈയെടുക്കും. ടേക്ക് ദ ലാൻഡ് ഓർഡർ. അതിന് വേറെ പ്രസംഗം തീരത്തില്ല. 2, അവന്റെ മിലിറ്ററി ലോകത്തിൽ വരും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ മൂവാറ്റുപുഴ പട്ടണത്തിൽ വരുന്നതിന് 6 മാസം മുമ്പ് കാര്യങ്ങൾ നിവർത്തിക്കും. IB, റോ, ഇന്റലിജൻസ്, എറണാകുളം കളക്ടർ, മുഖ്യമന്ത്രി, ഗവർണർ, ഡോഗസ് കാർഡ്, റോഡ്, മെഡിക്കൽ, ഇതെല്ലാം നിർത്തിയിട്ട് നെടുമ്പാശ്ശേരിയിൽ അദ്ദേഹം ഇറങ്ങിയാൽ ഹെലികോപ്റ്റർ വഴി മൂവാറ്റുപുഴ ഞാൻ പ്രസംഗിച്ച സെന്റ് തോമസ് സ്കൂൾ ഗ്രൗണ്ടിൽ പുത്തൂരാനച്ചന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങണമെങ്കിൽ ഇത് ഇത്രയും ശരിയാക്കിയിട്ടേ കാര്യം റെഡിയാവത്തുള്ളൂ. സ്വോത്രം. അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് അവന്റെ മിലിറ്ററി വിടും. അങ്ങനെ ഒരു മിലിറ്ററി ഉണ്ടോ? എന്താ ഈ മിലിറ്ററി? ശ്രദ്ധയോടെ ഇരിക്കണം. ഇവിടെ മൂവാറ്റുപുഴ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ കരസേനയുടെ ഒരു റാലി നടക്കുന്നു. ഇവിടുത്തെ 2 സഹോദരന്മാർ, കൊച്ചു കുഞ്ഞുങ്ങൾ, +2 കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അവിടേക്ക് ചെല്ലുന്നു. ആശയം ശ്രദ്ധയോടെ. കുഞ്ഞുങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു കരസേനയുടെ ഹവിൽദാർ അവിടെ ഇരിക്കും. പേപ്പർ നോക്കും. പിള്ളേരുടെ +2 സർട്ടിഫിക്കറ്റ്, ബോൺ ആൻഡ് ബ്രോട്ടപ്പ് നോക്കും. കേരള +2 സർട്ടിഫിക്കറ്റ്. ഉടനെ പറയും, ബേട്ട അന്തർ ജാവോ, റാലി മേ കട ജാവോ, അവിടെ നിന്നോളം പറയും. പിന്നെ വിളിക്കും. അതിൻ്റെ ഇടയ്ക്ക് തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും 2 ബംഗ്ലാദേശുകാർ കട്ടക്കമ്പനിയിലും ചായക്കടയിലും ചായ അടിക്കുന്നവന്മാർ ബംഗ്ലാദേശ് സർട്ടിഫിക്കറ്റ് ആയിട്ട് അവിടെ ചെല്ലും മിലിറ്ററി ചേരാൻ. ഇന്ത്യൻ മിലിറ്ററി. ഈ ഹവിൽദാർ ചോദിക്കും, മെട്രിക്കുലേഷൻ ബൈ ബംഗ്ലാദേശ് കാ സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ മിലിറ്ററി ബാഹർ ജാവോ, സ്വതന്ത്രം നീ പുറത്തു പോകാൻ പറയും. അങ്ങനെയെങ്കിൽ IS-നകത്ത് ആര്? ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ഉലകത്തിനകത്ത് ഇങ്ങനെ ഒരു മിലിറ്ററി ഉണ്ടോ? ഈ മിലിറ്ററിയെ പറ്റി സ്വർഗം പറഞ്ഞിട്ടുണ്ടോ? ദാനിയേൽ കൂടി എല്ലാം പ്രവചനം. IS-നകത്ത് മെയിൻ കേന്ദ്രം പാലക്കാടുകാരി മെറിൻ ജേക്കബ്, കൊച്ചി പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ അധ്യാപിക. ഇന്ന് കാണ്ഡഹാറിനകത്ത് IS-നെ നിയന്ത്രിക്കുന്നു. 2 കാഞ്ഞിരപ്പള്ളിക്കാരി സിൽവിയ തോമസ് എവിടം വരെ എത്തിയെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് കണ്ണൂർക്കാരൻ റഷീദ്, വടകരക്കാരൻ ഷംനാദ്, തമിഴ്നാട്ടുകാരൻ കോയമ്പത്തൂർക്കാരൻ ഉക്കട സ്ട്രീറ്റിലെ ചെറുപ്പക്കാരൻ, ഉത്തർപ്രദേശുകാരൻ മുജാഗർ, സൗദിക്കാരൻ അറബി. തീർന്നില്ല. ലണ്ടൻകാരി പെൺകുട്ടി സ്റ്റാൻലി ജോൺസ്, അമേരിക്കക്കാരൻ ജിഹാദി ജോൺ, 400 പേരെ തലയറത്തവൻ. നോഗയുടെ പെട്ടകത്ത് 8 കയറിയതിലെ എല്ലാ രാജ്യത്തിനകത്തു നിന്നും കയറി ഒരു മിലിറ്ററി
മിലിറ്ററിയായി വന്നിരിക്കുന്ന വൺ വേ വേൾഡ് മിലിറ്ററി that is rooted by Antichrist. The military is coordinated with Syria, Afghanistan, Kandahar and Nangarhar. മുഴുവൻ റിപ്പോർട്ടും സർക്കാരിന്റെ മുഴുവൻ വെച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നത്. ഒരുപക്ഷെ IS-നെ പറ്റി അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് ഈ യുഗത്തിന്റെ പരിസമാപ്തിയിൽ ഒരു ആന്റിക്രൈസ്റ്റ് വന്നാൽ അവന്റെ മിലിറ്ററി വരുമോ? വിശുദ്ധ തിരുവെഴുത്ത് ഒരിക്കൽ കൂടി ഒന്നാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം. 10 യുഗങ്ങളാണ് ഉള്ളത്. ആദ്യ യുഗം ദൂതന്മാർ സ്വർഗത്തോട് മത്സരിച്ചപ്പോൾ, തേജോമയനായ ദൈവത്തോട് മത്സരിച്ചപ്പോൾ ദൂതനെ വെട്ടി താഴെയിട്ടു. അറിയത്തില്ലയോ? അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് വീണതെങ്ങനെ? ഒന്ന്. രണ്ടാമത്തെ ഡിസ്പഷൻ, സെക്കൻഡ് വൺ, മനസാക്ഷി യുഗം. ഏതന്റെ പൂങ്കാവനത്തിനകത്ത് ആദമിനെ സ്വർഗത്തിലെ ദൈവാക്കി. ആദം തന്നെ ഉലകത്തിന്റെ സൃഷ്ടി. ആ പേരിട്ടത് ആര്? സ്വർഗം. യഹൂദന്റെ വാക്കിൽ 3. ആദമിന് ADAM. ശ്രദ്ധയോടെ ഇരിക്കണേ, മർമ്മം പറഞ്ഞുതരാം. ADM. യഹൂദനോടുള്ള ബന്ധത്തിൽ ആലേഫ്, അവന്റെ പേര് ആദം. ദാലത്ത്, ദാവീദ്, മശിഹ. ഈ 3 കാര്യം ആദത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ചെയ്തു വെച്ചു. ഒന്നാമത്തെ ആദം പാപത്തിൽ വീണപ്പോൾ ഒടുക്കത്തെ ആദം മശിഹ ജീവിപ്പിക്കുന്ന ദൈവമായി. ആദമെന്ന് പേരിട്ടത് എത്യോപ്യ ഉണ്ടാക്കി ബാഗ്ദത്ത ഏതനി കൊണ്ടുവന്നപ്പോഴല്ല, സ്വർഗം അറിഞ്ഞോണ്ടാ പേരിട്ട ADM. യഹൂദനായിട്ട് ഹിബ്രു പഠിക്കണം. ആദം, ആലേഫും, ദാലത്ത്, ദാവീദും, മശിഹ. ഈ 3. അതുകൊണ്ടാ പുതിയ നിയമം തുടങ്ങുമ്പോൾ ഒരു 42 വംശങ്ങളുടെ പരമ്പര. ബൈബിൾ ആരും വായിക്കാറില്ലയോ സാറേ? സ്വോത്രം. പുതിയ നിയമത്തിലേക്ക് 14 വീണ്ടും ഒരു 14 42. അതാ മിഡിലായിട്ട് കൊണ്ടുവന്ന്. നമ്പർ 1 ആദം, ദാലത്ത്, ദാവീദ്, അവസാനം മശിഹ. ഇത് ചേർത്ത ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി. അതുകൊണ്ട് ആദാമെന്ന് പേരിട്ട്, അല്ലാതെ ആദമിനെ ഉണ്ടാക്കി ശ്വാസവും ഊതിയിട്ട് നമ്മളിൽ നിന്ന് കൊച്ചുങ്ങൾക്ക് അവറാച്ചൻ തോമാച്ച ഇട്ടോലെ നല്ല സ്വർഗം പേരിട്ടത്. പേരിനകത്ത് തന്നെ ഉലകത്തിലെ കാര്യങ്ങളും ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ അംശവും വെച്ച് ആദാമെന്നിട്ടത്. അങ്ങനെയെങ്കിൽ നിൽക്കൽമക്ഷ യുഗത്തിൽ പാപം ചെയ്ത് തോട്ടത്തിൽ നിന്ന് തേജസ് നഷ്ടപ്പെടുത്തി. 2ാം യുഗം 3 മനസാക്ഷി യുഗം. കുവൈറ്റും ഇറാഖും അല്ല ആദ്യത്തെ അടി തുടങ്ങിയത്. ചേട്ടന് പനിയനും ആരാധനയ്ക്ക് വേണ്ടി അടി തുടങ്ങി. ആ യുഗത്തിന്റെ പേരാ മനസാക്ഷി യുഗം. കത്തിയെടുത്ത് കാച്ചി. 4ാമത്തെ യുഗം ന്യായപ്രമാണ യുഗം. സീനായുടെ മടിത്തട്ടിൽ മോശയെ കൊണ്ടുവന്ന് 2 കൽപ്പനകൾ, 10 ഉൽപ്പനകൾ. ഇസ്രായേൽ എന്ത് കുടിക്കണം, എന്തിനു തിന്നണം, എന്നെങ്ങനെ ആരാധിക്കണം എല്ലാം എഴുതി കൊടുത്തു. പക്ഷേ പാപം ചെയ്ത മനുഷ്യർ ദൈവസന്നിധിയിൽ അകന്നുപോയി. ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിക്കുമ്പോൾ അവിടെ ഒരു മന്ത്രിയില്ല, തന്ത്രിയില്ല, ഇസ്രായേലിൽ ഒരു രാജാവും ഇല്ല. അത് കണ്ടപ്പോൾ സ്വർഗം വിചാരിച്ചു. നിങ്ങളുടെ ബൈബിളിനകത്ത് ഒരു മിനി ബൈബിൾ ഉണ്ട്. യെശയ്യാ പ്രവചനം 39 നിഴലും 40 പൊരുളും. അങ്ങനെ ഞങ്ങൾ സങ്കലന യുഗത്തിലേക്ക് കടക്കുമ്പോൾ 40ാമത്തെ അധ്യായം കേൾക്കുമ്പോൾ ഒരു സംഭാഷണം അതിനകത്ത് വരുന്നുണ്ട്. സർപ്പസന്തതികളെ. ഇന്ന് മക്കളെന്ന് വിളിച്ചിട്ട് ദൈവസഭ ആളില്ല, കുഞ്ഞുങ്ങളെന്ന് വിളിച്ചിട്ടും ആരുമില്ല. അന്ന് യോഹന്നാൻ വിളിച്ചതാ, മരുഭൂമിയിൽ ദുർഘടപാതകൾ നിറപ്പാക്കുവാൻ, വരുവാനിരുന്ന കോപത്തെ വിട്ടൊഴിഞ്ഞ് യഹോവയ്ക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ. പുതിയ നിയമം നിഴലായി സങ്കലന യുഗത്തിൽ സ്നാപക യോഹന്നാൻ കടന്നു വരുന്നു. തീർന്നില്ല. അതിനോടനുബന്ധിച്ച് സ്നാപക യോഹന്നാന്റെ മിനിസ്ട്രിയുടെ അന്ത്യത്തിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരകനായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 3-ാം ദിവസം അവൻ കല്ലറയെ ഭേദിച്ച് പുറത്തു വന്ന് 40 ദിവസം ശിഷ്യന്മാരോട് സമ്മതിച്ചിട്ട് ഒലിവുമലയിൽ തന്റെ ശിഷ്യന്മാരെ കരം വെച്ച് അനുഗ്രഹിച്ചു. കുഞ്ഞുങ്ങളെ വിഷമിക്കേണ്ട, സെൻട്രൽ ഫാസ്റ്റ് മരിച്ചാലും അപ്പച്ചൻ മരിച്ചാലും ഈ ശക്തി പ്രാപിച്ച് പുളിന്താനത്ത്, മൂവാറ്റുപുഴയും തൊടുപുഴയല്ല, ലോകത്തിന്റെ അറ്റത്തോളം വിശ്വസ്ത സാക്ഷികളായി നിൽപ്പാൻ അരുളപ്പാട് കൊടുത്തു നിന്നപ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റ് മരിച്ചപ്പം എല്ലാരും ഇങ്ങനെ മുളക്കൊടയും തിരുവല്ലയൊക്കെ കൈ കൊടുത്ത് നിന്നതാ. സ്വോത്രം. അപ്പൊ പറഞ്ഞതാ, വചന ഏറ്റെടുത്ത് പോത്ത് ഒരു പ്രത്യാശ. ഗലീല പുരുഷന്മാരെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്, പോയവൻ താമസമിന, നിങ്ങളെ മടക്കി ചേരുവാൻ അവൻ മടങ്ങി വരും. നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയ യേശു പോയതുപോലെ മടങ്ങി വരും. സങ്കലനയുഗം. 6 കൃപായുഗം. ഈ കൃപായുഗമാ മൂവാറ്റുപുഴ തുടങ്ങിയതല്ല, ചർച്ചകോടി തുടങ്ങിയതല്ല, AG തുടങ്ങിയതല്ല, IPC തുടങ്ങിയതല്ല. യോവേലിന്റെ കൊച്ചു പ്രവചന അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിന് പകരം പുത്രന്മാരും പ്രവചിക്കും. അത് കണ്ടിട്ട് ഇന്ന് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൽ കുറെ ചെറുപ്പക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. പവർ 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 പവർ. ഇന്നൊന്നും അല്ല തുടങ്ങിയത്, ഇത് പെന്തിക്കോസ് പെരുന്നാളിൽ തുടങ്ങിയതാ. സ്വോത്രം. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, അച്ചായമാരൊന്നും വിളിക്കേണ്ട, അവരുടെ ശബ്ദമൊക്കെ നമ്മുടെ എങ്ങാൻ്റെ നിന്റെ കാര്യം പോയി കിട്ടി. സ്വോത്രം. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കണം. ഇത് പെന്തക്കോസ് പെരുന്നാൾ തുടങ്ങിയത്, കൃപായുഗം തൊടുന്നില്ല. കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ 3 സംഭവങ്ങൾ ഇന്നിവിടെ പാടി പ്രാക്കള പോലെ പെട്ടിക്കകത്ത് കയറാതെ ഒരു കൂട്ടം പോവും.
2 തേർഡ് വേൾഡ് വാർ, 3 ഉലകത്തെ ഭരിക്കാൻ ഒരുവൻ വരും. 6 യുഗം. ശ്രദ്ധയോടെ, ദൂതന്മാരുടെ യുഗം, നിൽക്കൽമക്ഷ യുഗം, മനസാക്ഷി യുഗം, ന്യായപ്രമാണ യുഗം, സങ്കലന യുഗം, കൃപായുഗം കഴിഞ്ഞാൽ 4 യുഗം കൂടെ. ലോകം തീരുന്നില്ല. ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നിത്യത. സഭ എടുക്കപ്പെട്ട് തേർഡ് വേൾഡ് വാർ കഴിഞ്ഞാൽ now going 750 crores, maybe 2040-50 the world population is coming to maybe 100 crores. എല്ലാരും ഒന്നും മരിക്കത്തില്ല. കുറച്ച് പേര് അങ്ങ് പോകും, കുറച്ച് പേര് ഇവിടെ തീരും. അവർക്ക് ശേഷം അവരെ ഭരിക്കുവാൻ വരുന്ന ഒരുവന്റെ പേര് the one way world order, മറ നീക്കി പുറത്തു വരുന്ന ഏക ലോക ഭരണം. അത് പറയുമ്പോൾ രാത്രി അവസാനിക്കും. അങ്ങനെയെങ്കിൽ അവന്റെ മിലിറ്ററി ലോകത്തിൽ വരും. പറഞ്ഞതാര്? ദൈവദാസന്മാരായ ഞങ്ങളല്ല. പണ്ടൊരു പുള്ളിക്കാരൻ മുട്ടുമടക്കി ചാക്കിനകത്തിരുന്ന ദൈവത്തോട് നിലവിളിച്ചു. ദാനിയേൽ 9:2 വായിക്കാൻ മോളെ. എല്ലാം ദൈവദാസന്മാർ നോട്ട് ചെയ്തോണം. നാളെ ഇവിടുന്ന് 10 പിള്ളേർ പ്രസംഗിക്കാറങ്ങണം മൂവാറ്റുപുഴ. അതിനു വേണ്ടി ദാനിയേൽ 9:2. അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ, എല്ലാരോടും ഇടിച്ചു പൊളിച്ച് കിടന്ന ശൂന്യാവസ്ഥ നോക്കി. അടുത്തത് 70 സംവത്സരം കൊണ്ട് തീരുമെന്നിങ്ങനെ യോബേൽ സംവത്സരം 70. അടുത്തത് യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം. ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. പുള്ളിക്കാരൻ ആരാന്നറിയാമോ? ഈ ദാനിയേൽ. ഒന്നും മിണ്ടുന്നില്ല. ഇതൊന്നും ആരും വായിക്കത്തില്ല. നമ്മളെപ്പോഴും അവറാച്ച മലയിൽ പോയത് ദിനവർത്താന്തം ആവർത്തനവും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ തീരാറായി. സ്വോത്രം വായിച്ചോണം. ദാനിയേൽ ആരാ? യഹോവയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാമത്തെ ആണ്ടിൽ നെബൂഖദ്നേസർ യെരൂശലേമിനെ ആക്രമിക്കുമ്പോൾ 4 ചെറുപ്പക്കാരെ കൊണ്ടുവന്ന അവന്മാരെ പേരാ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ. 12 അധ്യായങ്ങളോ. 1-ാം അധ്യായം അറിയാലോ. പ്രവാസത്തിൽ കിടക്കുന്ന ചെറുപ്പക്കാർ 4. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ രാജാവിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒഴിഞ്ഞിരിക്കുന്നു. 2 ഈ നെബൂഖദ്നേസറിന്റെ ദർശനത്തെ വെളിപ്പെടുത്തുന്ന ദാനിയേൽ. 3-ാമത്തെ അധ്യായം ദുരാസു സമഭൂമിയിൽ ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കാതെ മാറി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വിടുവിക്കുന്നു. 4-ാമത്തെ അധ്യായം സ്വർഗത്തോട് മറുതലിക്കുന്ന നെബൂഖദ്നേസറിന്റെ സ്വർഗത്തിലെ ദൈവം വെട്ടി കാട്ടിനകത്ത് വിട്ടു. സ്വോത്രം. നിഗളികളെ വെട്ടിക്കളയും. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന സീറ്റും കൊടുക്കും. 5-ാമത്തെ അധ്യായം വീണ്ടും നിങ്ങൾക്കറിയാം. ഏറ്റവും നിർണായകം. മേനെ തെക്കേ ഊർവശയിൽ ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമ്രക്കഥകളെ കൊണ്ട് ബാബേൽ കോട്ടയെ തകർത്തുകൊണ്ട് ഒരു സൈന്യം മേദ്യപാർശ്യ വരുന്നു. 6-ാമത്തെ അധ്യായം ഭക്തനായ ദാനിയേൽ സിംഹക്കുഴിക്കകത്ത് കിടക്കുന്നു. 7-ാമത്തെ അധ്യായം മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ. മേദ്യപാർശ്യയും ബാബേലും ഗ്രീക്കിന്റെ അലക്സാണ്ടർ, ബ്രിട്ടൻ. 8-ാമത്തെ അധ്യായം അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിമുള്ള രാജാവ്, 1 വേ വേൾഡ് ഓർഡർ. 9-ാമത്തെ അധ്യായം എതിർക്രിസ്തു എന്ന ആന്റി ക്രൈസ്റ്റിന്റെ മിലിറ്ററി. 10-ാമത്തെ അധ്യായം ദർശനത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ മറുപടി കൊടുക്കുമ്പോൾ ഭക്തന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ശത്രുവിന്റെ കോട്ടകളെ തകർത്ത് അവന്റെ ഉപവാസത്തിന്റെ മറുപടി അവന്റെ കയ്യിൽ കൊടുക്കുന്നു. 11-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുമ്പോൾ തെക്കേ ദേശം വടക്കേ ദേശം ഇന്നത്തെ തോയ്ബർദോഗനും തുർക്കിയും തമ്മിലുള്ള അടി നടക്കാൻ പോകുന്നു. തുർക്കി ഒരു ഏകലോക ഭരണത്തിലേക്ക്. 12-ാമത്തെ അധ്യായം ഭക്തനായ ദാനിയേലിനോട് സ്വർഗം പറയുന്നു, കുഞ്ഞെ, കൺവെൻഷൻ തീർന്നു, ക്രൂസൈഡ് തീർന്നു, നിന്നെ ഏൽപ്പിച്ച പരിപാടി എല്ലാം തീർന്നു. യു വിൽ ഗോ ടു റെസ്റ്റ്. കാലാന്തരത്തിൽ നിനക്ക് വിളിച്ച് ഞാൻ നിന്റെ ഓഹരി തരും. മിണ്ടുന്നില്ല. സ്വോത്രമില്ല. നിർമ്മലമായ ദൈവവേല ചെയ്ത ദൈവ പൈതലിനോട് സ്വർഗം പറഞ്ഞതാ, നിന്റെ വേല ഇവിടെ തികച്ചു, നീ കാലാന്തരത്തിൽ ഓഹരി പ്രാപിക്കേണ്ടതിൽ എഴുന്നേറ്റ് വരാൻ. ഇത്രയും പ്രത്യാശയൊക്കെ പോരെ? സ്വോത്രം. ഇനോവ തരണമെന്ന് മൂവാറ്റുപുഴ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നും തരണമെന്നല്ല കർത്താവ് പറഞ്ഞ്. നീ വിശ്വസ്തയോടെ ദൈവവേല ചെയ്തെങ്കിൽ കാലത്തിന്റെ അന്ത്യത്തെങ്കിൽ കല്ലറ പൊട്ടിച്ച് നിന്നെ കൊണ്ടുവന്ന് മാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. സ്വോത്രം പറയത്തില്ല. സ്വോത്രം പറയത്തില്ല. വചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആരാ? ആദ്യം ദാനിയേൽ വന്ന അടിമബാലൻ കൽദയരുടെ വിദ്യ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഇറാഖിൽ കടന്നതാ. പട്ടിണി കഞ്ഞിയും കുടിച്ചുകൊണ്ടത്. രാജാവിന്റെ ഒരു സ്വപ്നം വെളിപ്പെടുത്തിയപ്പോൾ UD ക്ലർക്ക്, മോന്റെ സ്വപ്നം വെളിപ്പെടുത്തിയപ്പോൾ LD ക്ലർക്ക് UD ക്ലർക്കായി. അവസാനം മേനെ തെക്കേ ഊർപ്പസിലൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇറാഖിന്റെ ചീഫ് സെക്രട്ടറി കൊടിവെച്ച കാരണത്ത് പുള്ളിക്കാരൻ ഇപ്പൊ എവിടെ ഇരിക്കുന്നെന്നറിയാം? ചാക്കിനകത്ത് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ദൈവത്തോട് തന്റെ ജനത്തിന് വേണ്ടി നിലവിളിക്കുന്നു. സ്വോത്രം. ദൈവദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ട ജെയിംസ് സാർ ഇരിപ്പുണ്ട്. സാറേ, പ്രിയ ഉമ്മൻ ജോൺ പാസ്റ്റർ, നമ്മൾ ഏതൊക്കെ നിലയിൽ ചെന്നാലും വന്ന വഴി മറക്കരുത്. സ്വോത്രം. 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 സ്നേഹത്തോടെ ഞാൻ ദൈവദാസന്മാരോട് പറയും. സ്വോത്രം. ഞങ്ങളൊക്കെ കുറെ കൊല്ലാട്ട് കൺവെൻഷൻ വേദികളിൽ പ്രസംഗിക്കണ്ട. സ്വോത്രം. മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളെ 10ഉം 13ഉം പിന്നെ സഭ വിശ്വാസികൾ ഉള്ളിടത്തുനിന്ന് നെഞ്ചു കയറി പറഞ്ഞിട്ടാണ് ഇത് വന്നത്. ചിലപ്പോൾ കുറച്ച് വേദി കിട്ടും, കുറച്ച് രാഷ്ട്രങ്ങളിൽ പോയി ഇച്ചിരി ചക്രം പോക്കറ്റ് വന്നാലും പിതാക്കന്മാർ ആരൊക്കെയോ ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞതെന്ന് ഓർത്തുകൊണ്ട് സ്വോത്രം. അല്ലേ ലൂയ, അല്ലേ ലൂയ. സ്വോത്രം.
ദൈവസന്നിധിയിൽ നിൽക്കുന്ന വിശ്വസ്തന്മാരെ കർത്താവ് ഇന്നും അന്വേഷിക്കുന്നു. സ്വോത്രം. വിശ്വസിക്കുന്നവർക്കായി ഇറാഖിലെ കൊടിവച്ച കാറിനകത്ത് ചീഫ് സെക്രട്ടറിയായി, ഗവർണറായി, അകമ്പടി വാഹനത്തിൽ പോകുമ്പോഴും 9-ാമത്തെ അധ്യായം ഇരമ്യാവിന്റെ പ്രവചനം എടുത്തുകൊണ്ട് ശൂന്യത എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുട്ടുമടക്കി കരയുന്ന ഒരു ദാനിയേലിനെ സ്വർഗ്ഗം അവിടെ കാണുന്നത്. പെന്തക്കോസിനകത്ത് ചർച്ചക്കോടാവട്ടെ, AG ആകട്ടെ, IPC ആവട്ടെ, ഷാരോൻ ആകട്ടെ, ഈ കോവിഡ് കണ്ടിട്ടെങ്കിൽ 2021 ഭക്തന്മാർ എഴുന്നേൽക്കട്ടെ. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കലകത്തിന്റെ ആത്മാക്കളെ വിട്ടിട്ട് കാലാന്തരത്തിൽ എനിക്കൊരു ന്യായവിധി ഉണ്ടെന്ന്, കർത്താവിന്റെ തേജസ്സേറിയ സിംഹാസനത്തിന്റെ മുൻപിൽ സകലതും വെളിപ്പെടുന്ന ഒരു ദിനമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവസഭകൾ മടങ്ങി വരട്ടെ. സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം പറഞ്ഞത്, ഏതിൽ നീ വീണിരിക്കുന്നു നീ അനുദപിച്ച് എഴുന്നേറ്റ് വരാൻ. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി മീഡിയയിൽ കൂടി കേൾക്കുന്നു, ഒരു സഭയ്ക്ക് ഞാൻ എതിരല്ല, ഒരു സംഘടനയ്ക്ക് ഞാൻ എതിരല്ല. കുഞ്ഞ്, ഈ പെന്തക്കോസിന്റെ പാരമ്പര്യം, ഞങ്ങളൊന്നും പാരമ്പര്യമായിട്ട് പെന്തക്കോസുകാരൊന്നുമല്ല. ഞാൻ എൻ്റെ അപ്പ ഓർത്തഡോക്സിൽ ഉപദേശിയായിരുന്നു 40 വർഷം. എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് പെന്തക്കോസി ഇറങ്ങി എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മോനെ ജെയിംസാറിനറിയാം, PG ജേക്കബ് മണക്കാല, എൻ്റെ അച്ചായൻ ആദ്യമായിട്ട് ഒരു കറുത്ത പുസ്തകമായിട്ട് ഇറങ്ങിയതാ. കയ്യിലൊന്നും ഒരു വെള്ളം എടുപ്പ് മുണ്ടുമായിട്ട് ഇറങ്ങിയതാ. സ്വോത്രം. സത്യത്തിന് വേണ്ടി. സ്വോത്രം. എന്തിനാ കുഞ്ഞുങ്ങളെ? എല്ലാം നല്ലതാ. സ്വോത്രം. പക്ഷെ പെന്തക്കോസിനോട് ഇന്നൊരു കാര്യം ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് നിരത്തുണ്ട്. ഞാൻ അടക്കം ഈ പ്രസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് പറയാം, പണ്ടത്തെ പോലെ ഒരു ശുഭകാലം. സ്വോത്രം. കമ്മിറ്റിക്കും വഴക്കിനും പോസ്റ്റിങ്ങിനും ട്രോളിനും ഒക്കെ നിങ്ങൾ നിന്നാൽ സ്വർഗത്തിന്റെ അടി നിങ്ങൾക്ക് കിട്ടും. സ്വോത്രം. പണ്ട് നമ്മുടെയൊക്കെ കുടിലുകളി പണ്ടത്തെ കാലത്ത് ഞാൻ ഓർത്തഡോക്സ് എൻ്റെ അപ്പ ഉപദേശിച്ചായിരുന്നു. എൻ്റെ വീട്ടിൽ 4 പെങ്ങന്മാരാ മക്കളെ. ഞാൻ കൊട്ടാരക്കര കോളേജ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കും, സാറ് 2 മുണ്ടും 2 ഉടുപ്പുമായിട്ടാണ് പോയത്. 10 രൂപയുടെ ഒരു ചെരുപ്പുമായിട്ടാണ്. പലപ്പോഴും ഇന്നൊരു ബാറ്റയുടെ ചെരുപ്പിടുമ്പോഴും നല്ല വണ്ടി പോകുമ്പോഴും കർത്താവിനെ സ്തുതിക്കും. കർത്താവ്, ഒന്നുമില്ലാത്ത സ്ഥാനത്ത് ദൈവം ഇത്രത്തോളം തന്നല്ലോ. സ്റ്റേജിൽ കയറിയിട്ട് നിന്റെ രൂപവും ഭാവവും ഒന്നും പാടിയിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പോഴും ഇന്ന് രാത്രി ഓർക്കുന്ന ഈ സമയം 7:30 അന്ന് രാത്രി അത്താഴം കിട്ടണമെങ്കിൽ അച്ചായൻ മാത്രം കസേരയിരിക്കും, അമ്മയെ ഞങ്ങൾ 5 പേര് താഴെ ആയിരിക്കും. ഒരു പാട്ട് കൊണ്ട് വന്നനം യേശുവര ഇന്ന് പകൽ മുഴുവൻ. അത് പാടിയിട്ടാ ഇച്ചിരി ഉണക്കച്ചീനിയും ഇച്ചിരി ചോറും ചുട്ട ഇച്ചിരി മീനും കിട്ടുന്നത്. ഇന്ന് പെന്തിക്കോസുകാർക്ക് പറയാൻ നാണക്കേടാ. സ്വോത്രം. അങ്ങനൊക്കെ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചോണ്ടാ മക്കളെ സ്വർഗത്തിലെ ദൈവം. സ്വോത്രം. അതുകൊണ്ട് നേതൃത്വമേ, നേതാക്കന്മാര്, എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്, കേൾക്കുന്ന കമ്മിറ്റിക്കാര്, നിങ്ങൾ ഈ വചന പ്രമാണത്തിൽ ഈ കോവിഡ് കണ്ടിട്ടെങ്കിലും ഒന്ന് മടങ്ങി വാ. നമ്മൾ ഏത് നിലയിലെത്തിയാലും, കസേരയ്ക്കകത്ത് കയറിയാലും, കൊടിവച്ച കാറിനകത്ത് നമ്മുടെ കൂടെ കുറെ പേർ, നമ്മുടെ കൂടെ ആൾക്കാരുണ്ടായാലും, മക്കളെ ദാനിയേലിനെ പോലെ ഈ ദിവസങ്ങളിൽ 2021 ആത്മാവിൽ ദൂതേറ്റെടുത്തുകൊണ്ട് നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിന്നെ വഴി നടത്തിയവർക്ക് വേണ്ടി, നിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ചാക്കിനകത്ത് ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ കഴിവുള്ള ഒരു തലമുറ 2021 കരഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗിക്കുക. ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ. ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ. നമ്മൾ നിന്നാപാത്രമായി ആധുനിക രീതിയിൽ ഇന്ന് ഫേസ്ബുക്കും ട്വിറ്റർ യൂട്യൂബ് ഈ ലൈവൊക്കെ നല്ലതെങ്കിലും അതിനകത്ത് കയറി പ്രസ്ഥാനങ്ങളെ ദൂഷിപ്പിക്കുക, ദൈവമക്കളെ ദൂഷിപ്പിക്കുക. മുതിർന്നു വരുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങൾ ഈ പരിപാടികളെല്ലാം മാറ്റിവെച്ച് ദൈവസഭയ്ക്കൊരു മടങ്ങി വരവിന് വേണ്ടി, ദൈവ കുഞ്ഞുങ്ങൾക്കൊരു മാനസാന്തരത്തിന് വേണ്ടി, പണ്ടത്തെ പോലെ ഒരു ഉണർവിന് വേണ്ടി 2021 ഒരു കൂട്ടം എഴുന്നേൽക്കുവാൻ പുളിന്താനം കൺവെൻഷൻ ഒരു മുഖാന്തരമായി മാറട്ടെ. ലോക രാജ്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, സാറിനക്കാരെ വിട്ടിരിക്കുന്നവർക്കാരെ, ഒരു സ്റ്റേജിലും കയറി 1.5 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ പൊന്നുമക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ പാട്ട് പാടി ഇറങ്ങി വരുമ്പോ വായിക്കകത്ത് രക്തത്തിന്റെ കളറാ. സ്വോത്രം. ഇപ്പൊ ഞങ്ങളും കമ്പ്യൂട്ടറും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നല്ല പ്രസംഗിച്ചിട്ട് വരുമ്പോ പാവപ്പെട്ട ഉപദേശിയെ പറ്റി നേരത്തെ എല്ലാ കാര്യവും ഇപ്പൊ നമുക്ക് തലേ ഗ്രഹിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ പോസ്റ്റാ ഇടുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയും പറയാം, മക്കളെ പോസ്റ്റ് അല്ല, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അന്ത്യകാലത്ത് എഴുന്നേൽക്കട്ടെ. ദാനിയേലിനെ പോലെ ഭക്തിയോടെ സ്തോത്രം. തന്റെ ജനത്തിന് വേണ്ടി മുട്ടുമടക്കി ഇടിവിൽ നിന്ന് കരയുന്ന ഒരു ഭക്തനെയാ ദാനിയേൽ 9:2 കാണിക്കുന്നത്. അന്ന് സ്വർഗ്ഗം അവനോട് പറഞ്ഞൊരു മിലിറ്ററി വരും. വായിക്കാൻ പോലെ ദാനിയേൽ 9:23 വചനം നിങ്ങൾ നല്ലോണം. അതുകൊണ്ട് എത്രയും വാക്യം ഞാൻ റെഫറൻസ് ചെയ്ത് തരുന്നത് കാണാൻ ഞാൻ പറയാലോ. ദാനിയേൽ ചാപ്റ്റർ 9:23. ദാനിയേൽ 9:23. നീ ഏറ്റവും പ്രിയനാകിയ. കണ്ടോ, ഇപ്പൊ ആരെയാ വിളിച്ചെന്ന്? ഇതാ പ്രിയ പുരുഷൻ. മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോ സഭയിലെ പാസ്റ്റർ, സെക്രട്ടറി, സെന്റർ ഒന്നും വിളിച്ചില്ലേലും നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അമ്മാമേ, പ്രിയപ്പെട്ടവളെ ഇന്ന് സ്വർഗം വിളിക്കും. അച്ചായ വിഷമിക്കേണ്ട, ആര് സർട്ടിഫിക്കറ്റ് തന്നില്ലേലും പ്രിയപ്പെട്ടവനെ ഇന്ന് സ്വർഗം വിളിക്കും. നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ട് നിന്നോട്. കൽപ്പന പുറപ്പെട്ട് അടുത്തത്, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അടുത്ത വാക്യം, അതുകൊണ്ട് നീ
കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊണ്ട് അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. യോബേൽ സംവത്സരം, അവസാനത്തെ യെരൂശലേമിന്റെ സംവത്സര യോബേൽ സംവത്സരം 70 ആഴ്ചവട്ടം ഞാൻ നിയമിച്ചിരിക്കുന്നു. മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ റാപ്ചറിന് നിതാന്തമായി നടക്കുന്ന സംഭവങ്ങളാ ദാനിയേൽ കാണിക്കുന്നത്. അതിപരിശുദ്ധനായ ഒന്നിനെ അഭിഷേകം ചെയ്യും. അടുത്ത വാക്യം, ദ മെയിൻ കണ്ടന്റ് വായിക്കാം. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്തെന്നാൽ ദാനിയേലേ, അടുത്തത്, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. ഇസ്രായേലിനോടുള്ള ബന്ധം തൊടുന്നില്ല. ഇസ്രായേലിന്റെ അടുത്തത് 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. കണ്ടോ, ദാനിയേലിന്റെ ദർശനം ഇടിഞ്ഞു മുളക്കുന്ന മതിലെല്ലാം പിന്നെ സെരുബാബേല് ബാക്കി ഇങ്ങോട്ടുള്ള എല്ലാവരെയും കൊണ്ട് പണിയുന്നതിന് കൃത്യമായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നതിന് ഞാൻ പണിയും 62 ആഴ്ചവട്ടം കൊണ്ട്. അടുത്ത വാക്യം, 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അഭിഷിക്തൻ ആരായി? അഭിഷിക്തൻ കാൽവരി ക്രൂശീകരണം പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിൽ നിഴലായി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അഭിഷിക്തൻ ആരാന്നറിയാമോ? യോർദാനിലെ കലക്കവെള്ളത്തിൽ 40 മൈൽ ഗലീലയിൽ നടന്ന് സ്നാപക യോഹന്നാനാൽ യേശു സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപത്തിൽ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അഭിഷിക്തൻ ക്രിസ്തു. അടുത്ത വാക്യം, അടുത്തത്, അവന് ആരുമില്ലെന്ന് വരും. അങ്ങനെ ഒരു കാര്യം വല്ലവരും ഓർക്കാറുണ്ടോ? പണ്ട് പള്ളിയിലെങ്കിലും പോകുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ച 7 മൊഴികൾ പറയും. അവൻ ആരുമില്ല. അപ്പം തിന്നവരുണ്ടായിരുന്നു, അത്ഭുതം കണ്ടവരുണ്ടായിരുന്നു, കടഭാരം മാറിയവരുണ്ടായിരുന്നു, ക്യാൻസർ മാറിയവരുണ്ടായിരുന്നു. ആരുമില്ല. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ, ബാക്കി മിണ്ടുന്നില്ല, കൈവിട്ടതെന്താ? അതാ ദാനിയേൽ ദർശനത്തിൽ കൂടെ ക്രൂശീകരണം പിന്നെ പറയുന്ന അവൻ ആരുമില്ലെന്ന് പറയും. കണ്ടോ, അതാ കൃപായുഗത്തിന്റെ അവസാനത്തിൽ സങ്കലന യുഗത്തിൽ നടക്കുന്ന സംഭവങ്ങളാ കാൽവറിയിലെ ക്രൂശീകരണം. അടുത്തത് പ്രൊഫറ്റിക് ലാംഗ്വേജ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വരുവാനിരിക്കുന്ന പ്രഭു. ഈ കൃപായുഗം അവസാനിച്ചാൽ ഒരുവൻ എഴുന്നേറ്റ് വരും. അതുകൊണ്ട് ഇത്ര കറക്കി ഞാൻ നിങ്ങളോട് പറയുന്നത്. പലരും പറയും പാസ്റ്റ് സൂപ്പർ പാസ്റ്റ് പോകുന്നത്. അതുകൊണ്ട് വചനം ക്ലിയർ ആയിട്ട് 2021 വൈറസ് കയറാത്ത ഒന്നേ ഉള്ളു. നോട്ടിനകത്ത് വൈറസ്, പച്ചക്കറി വൈറസ്, കിറ്റിനകത്ത് വൈറസ്, അമ്മമ്മയിട്ട സാരി വൈറസ്, അച്ചാനിട്ട കോട്ടിൽ വൈറസ്, ബസിന്റെ കമ്പി വൈറസ്, ട്രെയിനി വൈറസ്. പക്ഷെ വൈറസ് കയറാത്ത ഒന്നേ ഉള്ളൂ, സ്വർഗത്തിലെന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം. മിണ്ടുന്നില്ല. ഇതിന് മാത്രമേ വൈറസ് കയറാത്തുള്ളൂ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം വായിക്കാം. നഗരത്തെയും ടൗൺഷിപ്പിനെയും, അടുത്തത്, വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. വരുവാനിരിക്കുന്ന പ്രഭു, എതിർ ക്രിസ്തു, തുമ്പകെട്ട ഇടയൻ, നാശയോഗ്യൻ, അധർമ്മത്തിന്റെ മർമ്മ, അവന്റെ പടജനം. ജനം പട സിൽവിയ തോമസ്, മറിൻ ജേക്കബ്, ഷംനാദ്, ജിഹാദി ജോൺ, സ്റ്റാൻലി ജോൺ, സൗദിക്കാരൻ, അറബി, ഉത്തർപ്രദേശുകാരൻ, മുജാഹിദ്, അവനെല്ലാം കൂടെ പടയായി, വൺ വേൾഡ് മിലിറ്ററിയായി ഉലകത്തെ തകർക്ക്. ഇതാ പ്രവചനം. 3 കൊല്ലം മുമ്പ് പുളിന്താനത്ത് ഞാൻ പ്രസംഗിച്ച എല്ലാവരും എന്നെ ഓടിച്ചേനെ. സ്വോത്രം. കണ്ടില്ലേ? IS ബന്ധം മനോരമേനെ, ഇന്ത്യൻ എക്സ്പ്രസിനെ മാത്രം. കേരളത്തിൽ അനവധി പേർ പിടിയിൽ. IS ബന്ധം നമ്പർ 1. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. തെളിവാർക്ക് വേണേലും തരാം. കൊണ്ടുപോയി ഇന്റർനെറ്റ് എടുത്ത, ഫോട്ടോ സ്റ്റാറ്റ് എടുത്തോ. ദ ടൗൺഷിപ്പ്, ദ ഫസ്റ്റ് വൺ, കാബൂൾ, രക്തക്കളം. തെളിവോടുകൂടി അവൻ ടൗണിനെ നശിപ്പിക്കും. തീർന്നില്ല. മ്യൂണിക്ക് കൂട്ടക്കൊല, ജർമ്മനിയിലെ മ്യൂണിക്കിൽ കൂട്ടക്കൊല. IS മുഴുവൻ തെളിവ്. തീർന്നില്ല. ദേശീയ ദിനം ഫ്രാൻസ്, സുന്ദരമായ ഫ്രാൻസ്. 84 അവിടുത്തെ പ്രസിഡന്റിന്റെ പേരാ ഇമ്മാനുവൽ മാക്രോൺ. കരയുന്നു. ദാണ്ട് അധ്യാപകനെ കഴുത്ത് വെട്ടിക്കൊന്നു. ദൈവദാസന്മാരെ കണ്ടോ? പാരീസിൽ അധ്യാപകന്റെ കഴുത്തറത്തു കഴിഞ്ഞ ഡിസംബറിൽ. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജന, നിമ്രോദിന്റെ തലമുറ.
സിറിയ, ഫ്രാൻസിൽ 84, കിടക്കുന്നു ഇസ്തംബൂൾ, തുർക്കിയിൽ IS ആക്രമണം തീർന്നില്ല. ധാക്കയ്ക്ക് പിന്നാലെ ബാഗ്ദാദ് 126. എത്ര ക്ലിയർ! ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് ബാബേൽ പ്രവാസത്തിനകത്ത് ദാനിയേൽ എഴുതി വെച്ച പ്രവചനത്തിന്റെ നിവൃത്തി കണ്ണുകൊണ്ട് കണ്ട തലമുറയായി ഇന്ന് രാത്രി പുളിന്താനത്തെ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഒരു രാത്രി കൂടി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ നിർമ്മതരുമായിരിപ്പേൻ. തീരാൻ പോവാ. അടുത്ത സൗദി അറേബ്യ, 2 കൊച്ചുങ്ങൾ മിലിറ്ററി ചേർന്നു. അമ്മ വഴക്ക് പറഞ്ഞു, തലയറുത്തു കൊന്നു. കിടക്കുന്ന മനോരമയുടെ വാർത്ത, വേറെ ആരുമല്ല, വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. 9 മാസം 9 ദിവസം 9 വിനാഴിക ഉള്ളത്തിൽ ചുമന്ന കുഞ്ഞുങ്ങൾ മത്സരിച്ചപ്പോൾ അമ്മയുടെ കഴുത്തറത്തു. നിമ്രോദിന്റെ തലമുറ, ഇറാഖിലെ നായാട്ടുവീരന്റെ കൊച്ചുമക്കൾ 666 പുറകെ. നിങ്ങളുടെ മൊബൈലിനകത്ത് QR കോഡിലേക്ക് എല്ലാം അന്ത്യകാലത്തിലേക്ക് ക്രൈസ്തവരെ കുറിച്ചുള്ള IS ലിസ്റ്റ് പുറത്ത്. 13,000 അച്ഛന്മാർ, പാസ്റ്റേഴ്സ്, തിരുവേനിമാർ, ഇവരെല്ലാം തടവറെ കയറ്റാൻ ഇവന്റെ സൈറ്റ് ഹാക്ക് ചെയ്തു. അമേരിക്കൻ FBI അതിനകത്ത് ഒരു അച്ഛനെ ഇന്നാൾ പിടിച്ച് എമനിക്കൊണ്ടിട്ടിരുന്ന ഫാദർ ടോം ഉഴുന്നാൽ. മിണ്ടുന്നില്ല. അങ്ങനെ വല്ല വാർത്തയൊക്കെ കേട്ടായിരുന്നോ? ഇവിടെ പേപ്പറൊന്നും വായിക്കുന്നവരില്ലയോ? സ്വോത്രം. നല്ല സ്ഥലമാണല്ല മൂവാറ്റൂടെ. ഞാൻ തന്നെ ഇവിടെ തന്നെ സ്കൂളിൽ വന്ന് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്ത് എത്രയോ നല്ല സ്ഥലം, അനുഗ്രഹിക്കപ്പെട്ട കോളേജുകളുണ്ടല്ലോ. അല്ല, മരണ വീട്ടിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നല്ലോ. സ്വോത്ര. ടോം എഴുന്നാല് ഇവിടെ ജയിലിൽ കിടന്നത് നമ്മുടെ നല്ലൊരു ആഭ്യന്തര മന്ത്രി ഉണ്ടായിരുന്നല്ലോ, ശ്രീമതി സുഷമ സ്വരാജ്. കാലത്തിന്റെ ഇവനെയൊക്കെ മറിഞ്ഞ അവർ മസ്കറ്റ് ഷേക്കായിട്ട് ഇടപെട്ട അച്ഛനെ ഇവിടെ കൊണ്ടിറക്കി IS-ന്റെ തടവറയുന്നു. ഇതൊക്കെ കണ്ടില്ലയോ? ക്രൈസ്തവരെ കുറിച്ചുള്ള പല പാസ്റ്റർമാരും അവരുടെ ലിസ്റ്റിലുണ്ടെന്ന അമേരിക്കക്കാർ. എപ്പം നടക്കുമെന്നറിയത്തില്ല ക്രൈസ്തവരെ കുറിച്ച് IS ലിസ്റ്റ്. ബ്രിട്ടൻ ഭീകരാക്രമണം. UK-യിലുള്ള കുഞ്ഞുങ്ങൾ പൗണ്ടൊക്കെ അയക്കുമ്പോൾ പുളിന്താനത്ത് അമ്മാമ്മമാര് മേടിച്ച് ചിക്കൻ കാല് കടിക്കാതെ ഇടയ്ക്ക് പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റോഡിൽ വെടി, പള്ളി വെടി, മെട്രോയിൽ വെടി. പാസ്റ്റർമാര് ഓർക്കുക, കൊച്ചുങ്ങളൊക്കെ വല്ല ചക്രം ദൈവദാസനാന്നും പറഞ്ഞ് വല്ല ദശാംശം അയച്ചു തരുമ്പോൾ ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചോണം. അതാണ്ട് ബ്രിട്ടൻ ഏറ്റവും കൂടുതൽ ഭീകരാക്രമണത്തിന് വിധേയമാകാൻ പോകുന്ന ടൗൺ. മക്കൾക്ക് വേണ്ടിയുള്ള നല്ല ഡിപ്പോസിറ്റ് ആണ് പ്രാർത്ഥന, കണ്ടോണേ. അതുകൊണ്ട് ഇന്തോനേഷ്യയിൽ ക്രിസ്ത്യൻ പള്ളികളിൽ ആക്രമണം. ദാണ്ട് വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. ടൗൺഷിപ്പ് ആൾസോ they will target in churches. അന്ത്യകാലം. ദാണ്ട് മുഖ്യ സൂത്രധാരന്മാർ കേരളത്തിൽ IS. തീർന്നില്ല. തിരുവനന്തപുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഒറ്റ റിപ്പോർട്ട്, IS മലയാളികൾ നടക്കുന്ന സജുജാത്തന്നവരല്ല, IS മലയാളികളിൽ നിങ്ങളുടെ പട്ടണവും ബന്ധം അവിടെ കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത് ദാണ്ട് തിരുവനന്തപുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ADGP-യുടെ പേര് വെളിപ്പെടുത്തുന്നില്ല. റിപ്പോർട്ട് IS. കണ്ടില്ലേ? വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും. ഈ ശ്രീലങ്കയിൽ ഒരു സ്ഫോടനം നടന്നു. അതിന്റെ അന്വേഷണം വന്നത് എറണാകുളം. നിങ്ങൾക്കറിയാമോ എന്തൊരു തീമായിരുന്നവർ ചെയ്തു വെച്ചിരുന്നത്? 2019 എറണാകുളത്ത് അന്വേഷണം നടന്നു. കഴിഞ്ഞ 2020 പുതുവർഷത്തിൽ എറണാകുളത്ത് ഈ പാപ്പാഞ്ഞി കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്, മറൈൻ ഡ്രൈവ്. പോലീസ് എല്ലാം പറയത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. അവിടെ 3 ചെറുപ്പക്കാര് ഡിറ്റണേറ്റർ കൊണ്ട് കത്തിക്കുവാൻ വേണ്ടി പദ്ധതി വെച്ചിരുന്നു. ശ്രീലങ്കയുടെ ബാക്കി പരിപാടി അത് ചെയ്ത് ആ അന്വേഷണം പാലക്കാട് ഉക്കടത്ത് പോയത്. ഞാൻ കൊച്ചി, തോപ്പുംപടി, കഴിഞ്ഞ ദിവസം മട്ടാഞ്ചേരിയിലും പോർട്ട് കൊച്ചിയിലും തൊപ്പുംപടിയിലും ഒക്കെ പ്രസംഗിച്ചത്. വർഷങ്ങളായിട്ട് കലൂരിലും ഒക്കെ പ്രസംഗിക്കുന്ന, ചിറ്റൂരിലൊക്കെ. പലരും എന്നെ വിളിച്ചു ചോദിച്ചു, ഭാഷ ഞങ്ങളെ വാർത്ത വായിച്ചിട്ട് ഞെട്ടിപ്പോയി, എന്താ സംഭവിക്കുന്നത്? കൊച്ചി വരെ അവർ ടാർഗറ്റ് ചെയ്തു. 2020 കഴിഞ്ഞ പുതുവർഷത്തിൽ മറൈൻ ഡ്രൈവ് പാപ്പാഞ്ഞി കത്തിക്കുമ്പോൾ ശ്രീലങ്കക്കാരൻ ടാർഗറ്റ് ചെയ്ത് വെച്ചിരുന്ന 3 ചെറുപ്പക്കാരെ കേരളത്തിൽ ഡിറ്റണേറ്റർ കൊടുത്ത പാർട്ടിക്കകത്ത് നടക്കുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടി പരിപാടി ചെയ്ത് വെച്ചിരുന്ന കൊച്ചിക്കാരനോട് ചോദിച്ചു, അയ്യോ IS ഇവിടം വരെ വന്നല്ലോ. അവൻ എന്നോട് ചോദിച്ചു, ഭാഷ ഇത് പൊട്ടുവോ? ഞാൻ പറഞ്ഞു, കുഞ്ഞ്, ഈ IS ഒന്നും കൊച്ചി വന്ന് പൊട്ടത്തില്ല. അതിനു മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ്. അതിന്റെ പേര് കർത്താവ് തൻ ഗംഭീരനാഥ്. പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹള. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. നീ പോകാതെ ഇവിടെ ഒരു അവിട്ട് പൊട്ടത്തില്ല. ഇവിടെ അവിട്ട് പൊട്ടുന്നതിന് ഇവിടെ കാഹളം മധ്യാകാശത്തിൽ ധ്വനിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ആ അന്വേഷണം പോയത് പാലക്കാട് ഉക്കട സ്ട്രീറ്റിൽ അന്വേഷണം പോയപ്പോൾ ഉക്കടത്തെ റെയ്ഡ് കൊടുത്ത ക്യൂ ബ്രാഞ്ചിൽ ഒരു SI ഉണ്ടായിരുന്നു, മാർത്താണ്ഡക്കാരൻ, ഒരു ക്രിസ്ത്യാനി CSI കാരൻ. അവനെ IS ടാർഗറ്റ് ചെയ്ത് വെച്ചിരുന്നു കളിക്കാവിളയിൽ. അദ്ദേഹം സ്ഥലം മാറി ക്യൂ ബ്രാഞ്ചിൽ നിന്ന് കളിക്കാവിളയിൽ വന്നപ്പോൾ കഴിഞ്ഞ വർഷം നെയ്യാറ്റിൻകരയിൽ നിന്ന് 2 IS തീവ്രവാദികൾ കളിക്കാവിള ചെക്ക് പോസ്റ്റിലുണ്ടായിരുന്ന CSI കാരൻ ASI പട്ടപ്പകൽ വെടിവെച്ച് കൊന്ന കാഴ്ച നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, അധർമ്മത്തിന്റെ മർമ്മ
അപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറ്. പുളിന്താനമേ, കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ അവസാന ദിനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ സത്യ സന്ദേശം വചനത്തിൽ കൂടി മീഡിയയിൽ കൂടി കാണുന്ന ദൈവമക്കളോട് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ ദാസനാകുന്ന അക്കമിട്ട് ഞാൻ പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായിരിക്കുന്നു. പുളിന്താനം പട്ടണമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാ നീ ഒരുങ്ങിക്കൊള്ളുക. കാലം തീരാറായി, എന്റെ കാന്തൻ വരാറായി. പ്രവചനത്തിന്റെ നിവർത്തി. 2600 കൊല്ലം ഭക്തനായ ദാനിയേൽ ബാബേലിന്റെ പ്രവാസത്തിനകത്ത് ചാക്കിനകത്ത് മുട്ടുമടക്കി സ്വർഗത്തോട് നിലവിളിച്ചപ്പോൾ കൽപ്പനയുടെ നിവർത്തിയായി അവന്റെ ചങ്കിനകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ മഹാത്മാവിന്റെ കൃപ പകർന്ന വചനത്തിന്റെ പൊരുള് കണ്ണുകൊണ്ട് ഇന്ന് രാത്രി കേരളത്തിലും അമേരിക്കയിലും IS-ന്റെ തീവ്രവാദികൾ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, കർട്ടന് പിൻപിൽ ഒരു കടന്നു വരാനിരിക്കുന്ന കോവിഡിന്റെ പരിസമാപ്തി. അതിനു മുമ്പ് ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി. നെഞ്ചുകീറി ഞങ്ങളെ പ്രസംഗിക്കുന്ന ഒരു ആത്മാവിന്റെ രക്ഷയ്ക്ക് ലാസ്റ്റ് ഡേറ്റ് 2019 നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ശ്രീലങ്ക 9:40 AM the morning mass conducted in 3 churches, കൊളംബോ ആൻഡ് നെഗംബോ. തീർന്നില്ല, അതിനോടനുബന്ധിച്ച് IS അറ്റാക്ക്, ഷെറാട്ടൺ ഹിൽട്ടൺ. എത്ര പേര് മോർണിംഗിൽ 2019 ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ അറ്റാക്ക്. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജന നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും. തീർന്നില്ല മക്കളെ, അടുത്തത് ഇവിടെ അമേരിക്ക ബാപ്റ്റിസ്റ്റ് ചർച്ച് വായിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 52 പേര് ഒരു സഭയിലുണ്ടായിരുന്നു. IS തീവ്രവാദി പാസ്റ്ററിന്റെ മകനൊക്കെ 27 വരെ വെടിവെച്ചു വന്നു. അമേരിക്ക the target military IS മുഴുവൻ ഇന്റർനെറ്റിൽ നോട്ടെങ്കിൽ കണ്ടില്ലോ. 2019 നിങ്ങൾക്ക് കണ്ടതാ. ശ്രീലങ്കയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ മനോരമ കണ്ടില്ലേ? ശ്രീലങ്കയിൽ പോയി കത്തോലിക്ക പള്ളി ബിഷപ്പിനോട് കൈ കൊടുത്ത്, സാറേ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. They will target in churches also, they will target township. ശ്രീലങ്കയിൽ എത്ര മാസം ആരാധന ഇല്ലായിരുന്നു, വാട്സപ്പ് വരെ നിരോധിച്ചിരുന്നത് ശ്രീലങ്കയിൽ. ആ അന്വേഷണം ഇങ്ങോട്ട് വന്നത്. അങ്ങനെയെങ്കിൽ ഈ കോവിഡിന്റെ പരിസമാപ്തിയിൽ നിങ്ങൾ കാണണം, വീണ്ടും ആക്രമണം ഉണ്ടാകും. യോഹന്നാൻ 16:2 ഇങ്ങനെ ഒരു മിലിറ്ററി വരുമെന്ന് ദാനിയേലല്ല പള്ളിയിൽ വായിക്കാം. യോഹന്നാൻ 16:2 വായിച്ചാട്ട് മക്കളെ. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. കണ്ടോ എന്താ കാര്യം, എന്താ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത്? അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അത്രയുമല്ല, ഒരു മിനിറ്റ് മക്കളെ, ഇവിടെ ഈ പുളിന്താനത്ത് ചർച്ച കൂടിന്റെ മിനി കൺമണ്ണ് നടക്കുന്നത് ഇവിടെ കാണും വല്ല ബോംബ് വെച്ചിട്ടുണ്ടെന്ന് കാണും ഒരു വാർത്ത കേട്ടാൽ നിങ്ങൾ ആരെങ്കിലും വരുമോ? സ്വോത്രം. മൂവാറ്റുപുഴ വന്നാൽ ഞാൻ അപ്പോഴേ ബസ് സ്റ്റാൻഡിൽ കയറി ചായം കുടിക്കാൻ കൊട്ടാരം കയറി സ്ഥലം പെടും. സ്വോത്രം. ഗുഡ് ബൈ. ഇനിയും സംഭവിക്കാൻ പോകുന്നത് ചർച്ചകൾക്ക് ഭീഷണി. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. തീർന്നില്ല. ഈ IS ചേരുന്നതിന്റെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞുതരാം. അതുകൂടെ അത് തീം. ഈ സിൽവിയ, പിന്നെ കാഞ്ഞിരപ്പള്ളിക്കാരി, റാന്നിക്കാരി, വെച്ചുച്ചർക്കാരി ഒരുത്തി പോയിട്ടുണ്ട്. ജസ്ന പോലീസ് SP-യോട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, എന്റെ പൊന്ന് സജു ഇനിയെങ്കിലും മിണ്ടരുതെന്ന്. സ്വോത്രം. അതുകൊണ്ട് ഞാനിപ്പോ മിണ്ടുന്നില്ല. സ്വോത്രം. പറഞ്ഞാ പ്രശ്ന. വായിച്ചാട്ട് മോളെ 16:2 കൂടെ. അടുത്തത്. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവനല്ല, ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന this moment. ഈ കൊച്ചുങ്ങളെല്ലാം നല്ല പിള്ളേർ, IT എഞ്ചിനീയർ, MSc B.Ed ഇതെല്ലാം പഠിച്ചതാണ്. ഇവര് സാത്താൻ ദുരുപദേശം കുത്തിവെക്കും. ദുരുപദേശം. മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. പൗലോസ് പറഞ്ഞ പോലെ 3-ാം സ്വർഗം. അതുപോലെ എത്ര പേരെ കൊന്നാൽ സ്വർഗം കിട്ടും. അതുകൊണ്ട് ഇന്നത്തെ പെന്തിക്കോസുകാരോട് ഞാൻ പറയാ, ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലതാ, കോളേജ് നല്ലതാ, എഞ്ചിനീയറിംഗ് നല്ലതാ. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് ഒരു കാര്യം, 10 കോടി ബാങ്കിൽ ഇടുന്നതല്ല, തൊടുപുഴ എസ്റ്റേറ്റ് മേടിക്കുന്നതല്ല, പാലാ രാമപുരത്ത് കൈതച്ചക്കച്ചോട്ടം ഒന്നും നല്ലതല്ല. ഈ പഠിക്കാൻ വിടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ മിണ്ടുന്നില്ല. മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ തകരത്തില്ല. സ്വോത്രം. അതുകൊണ്ടൊക്കെ ആരാണ്ടൊക്കെ കണ്ണുനീര് പണ്ടത്തെ കാലത്ത് പായി കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മക്കൾക്ക് വേണ്ടി. പിന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോടും വീട്ടിൽ പറഞ്ഞേക്കണം, മൊബൈൽ നല്ലതാ. പണ്ടത്തെ കാലത്ത് നമുക്ക് 4 കൂട്ടുകാരായിരുന്നു കോളേജിൽ പോകുമ്പോൾ. പള്ളിയിൽ പോകുന്നവർ, ഫുട്ബോൾ കളിക്കുന്നവർ, ബസ്സിൽ പോകുന്നവർ, പിന്നെ ഈ മറ്റ് സിനിമ കാണാൻ പോകുന്നവർ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് നാളെ 4 കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ്, വാട്സപ്പ്. അവറാച്ചൻ, തോമാച്ചൻ, പൊന്നച്ചൻ, ചെറിയാച്ചൻ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാ. ഞാനൊരു കാര്യം പറയാം. ഈ എറണാകുളത്ത് നല്ല മുനമ്പത്തൊക്കെ നല്ല കടൽമീൻ കിട്ടുന്നതാ. ഈ കടൽമീൻ വീട്ടിൽ കൊണ്ടുവരുമ്പോഴേ
ഈ കടലിൽ മീൻ മേടിക്കാൻ പോകുമ്പോൾ ഈ വെള്ളമൊന്നും വായി തൊട്ട് നോക്കണം, എന്താ ഉപ്പ, സോഡിയം ക്ലോറൈഡ്. തീർന്നില്ല, വീട്ടിൽ കൊണ്ടുവന്ന് ചിന്നമ്മ സിസ്റ്റർ കറി വെക്കാൻ നേരം ഉപ്പിട്ടാതിരാ കൊള്ളാമോ? കൊള്ളത്തില്ല. അപ്പം കടൽ വെള്ളത്തിനകത്ത് കിടക്കുന്ന മീനിനകത്ത് ഉപ്പ് കയറത്തില്ല. ലോകമാകുന്ന ഗംഭീരവാരിധി നാം ആയിരിക്കുമ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും മെഡിക്കൽ കോളേജിലായാലും കൂടിരിക്കുന്നവന്റെ അകത്ത ജഡത്തിന്റെ ഇച്ഛ നിന്റെ അകത്ത് കയറാതിരുന്നത് നീ രക്ഷപ്പെട്ടു. സ്വോത്രം. അതുകൊണ്ടാ ബൈബിൾ പറയുന്നത് വിശ്വാസമില്ലാത്ത ഒരെണ്ണത്തിന്റെ കൂടെ പൈസ ഇടപാടും പോണൊക്കെ നല്ലത്, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടി പോയാൽ നീ സാത്താന്റെ കെണിയിലാ വീഴുന്ന ട്രാപ്പ്. സ്വോത്രം. പെന്തിക്കോസിനകത്ത് ഞാൻ പരസ്യമായിട്ട് പുറത്ത് പറയുന്നില്ല, IS-ന്റെ കെണി പലതും വന്നിട്ടുണ്ട്. ദൈവസഭ, ദൈവമക്കൾ, സൺഡേ സ്കൂള് പഠിപ്പിക്കുന്ന അധ്യാപകരും ഈ PYC, YPA, YPCA, CF ഇതിന്റെ ആൾക്കാരോടൊക്കെ ഈ കൊച്ചുങ്ങളോട് എപ്പോഴും ഈ കഥയും മാർഗങ്ങളെ സ്റ്റേജിലെ ചാട്ടമൊക്കെ കൂടാതെ ഇതുപോലെ കുറെ സദ്ുപദേശങ്ങളൂടെ പറഞ്ഞു കൊടുക്കണം. മക്കളെ, ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലതാ, കൂട്ടുകാർ നല്ലതാ, പക്ഷെ അവന്റെ അകത്ത ഉപ്പ് നിന്റെ അകത്ത് കയറാതെ നീ ഒരു ദൈവ പൈതലാണെന്ന് ഉറച്ചിരിക്കണം. സ്വോത്രം. അതൊക്കെയാ വചനം പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന നാഴിക. ഇത്രയും തെളിവ് കണ്ടില്ല? ആർക്ക് വേണേലും ഫ്രീ ആയിട്ട് കൊണ്ടുപോകും, എടുത്തിട്ട് കൊണ്ടു തന്നാൽ മതി. കണ്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ എന്നോട് ചോദിക്കും, എത്ര വീഡിയോ നിങ്ങൾ കണ്ടു? ലണ്ടനിൽ ഒരു പെൺകുട്ടി, സ്റ്റാൻലി ജോൺസ്, അമേരിക്കക്കാരൻ ജിഹാദി ജോൺ, എല്ലാ മൊബൈലിലും വന്ന് എത്ര പേരെ കഴുത്തറുത്തു? 400 പീപ്പിൾസ്, 400 പേരെ കഴുത്താവൻ ഇറാഖിലും മൊസൂളിലും ബസ്രയിലും അകർത്തത്. ചുവന്ന സ്കാർഫ് കൊണ്ട് മനുഷ്യന്റെ കഴുത്തറുത്ത് രക്തം താഴെ വീഴുന്നത് നിങ്ങൾ കണ്ടു. IS military targeted in Mosul and Basra. Maybe 400 people died. 400 പേരെ അവ ഒരുത്തം കഴുത്തറുത്ത് ജിഹാദി ജോൺ. ഇപ്പൊ അവനെ കാണാൻ രക്ഷിക്കപ്പെട്ടു എന്ന് അറിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പുളിന്താനത്ത് കവലയിലിരിക്കുന്നവർ, വീട്ടിലിരിക്കുന്നവർ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം ചോദിക്കും, ദൈവദാസനെ IS-ന്റെ മിലിറ്ററി മൂവാറ്റുപുഴ വരത്തില്ലേ, തൊടുപുഴ വരത്തില്ലേ, രാമപുരത്ത് വരത്തില്ലേ? എല്ലായിടത്തും ഇത് വരും. ഇന്ന് രാത്രി നിങ്ങളോട് പറയുക, IS-ന്റെ മിലിറ്ററി ഇവിടെയും വരും. കളിക്കാവള വന്നില്ലേ, കൊച്ചിയിൽ ടാർഗറ്റ് ചെയ്തില്ലേ, പാലക്കാട് കടയിൽ പിടിച്ചില്ലേ, കോയമ്പത്തൂർ ഉക്കടത്തെത്തിയില്ലേ, ഇപ്പൊ മൂവാറ്റുപുഴ വരെ അവന്റെ വേരെത്തിയിട്ടുണ്ട്. അവിടം വരെ നിർത്തുന്നു. അങ്ങനെയെങ്കിൽ അവന്റെ മിലിറ്ററി ഇവിടെ വന്നു. ഒരുപക്ഷെ നിങ്ങളുടെ കഴുത്തിനകത്ത് ഷോള് പുതപ്പിക്കും. നിങ്ങളുടെ കഴുത്തറത്ത് രക്തം താഴെ വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. ദൈവസഭ, ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു പടയാളി എന്റെ യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവന്റെ ചങ്കിൽ നിന്ന് പാഞ്ഞൊഴുകിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. പുളിന്താന ചർച്ചകോടെ കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. ഈ പ്രവചനത്തിന്റെ ഏടുകൾ കണ്ണുകൊണ്ട് കണ്ട തലമുറയോട് ഇന്ന് രാത്രി അച്ചായ അമ്മാമേ, സഹോദര സഹോദരി, പഠിക്കുന്ന മോന്, നീ ശവപ്പെട്ടിക്കകത്ത് കയറാ. എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അവനെ സ്വർഗം കൊണ്ടുപോയതുപോലെ മരണം കാണാതെ നാം എടുക്കപ്പെടാൻ കാലമായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഗുരു, അതപ്പോൾ സംഭവിക്കും നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. യേശുനാഥൻ ചൊല്ലി, അത്തിയെ നോക്കി ഒരു പമ്മ പിടിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇര തളിർക്കുമ്പോൾ വേനൽ. ജസ്റ്റ് ബിഹൈൻഡ് ദ ഡോർ ഒരുത്തൻ നിപ്പോണ്ട് കയറാനായിട്ട്. അവന്റെ മിലിറ്ററി കേരളം വരെ എത്തിക്കഴിഞ്ഞെങ്കിൽ താമസമിന് അവൻ ഒരു സീറ്റിൽ ഇവിടെ ഇരിക്കും. ആ സീറ്റ് ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് മധ്യാകാശത്തിൽ നമുക്ക് വേണ്ടി കുഞ്ഞാടിന്റെ കല്യാണവും ഒരുക്കി തന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുത്ത കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി നാഥൻ വരാറായി. നമ്പർ 1 ആന്റി ക്രൈസ്റ്റിന്റെ ലക്ഷണം. നമ്പർ 2 2 ഭാഗം 2 വാക്യം വായിച്ച് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. സംഭവിക്കുന്നു വൺ വേൾഡ് റിലീജിയൻ. ഇതായിരിക്കുന്നു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, ഇന്നത്തെ മാർപ്പാപ്പ. വൺ വേൾഡ് റിലീജിയൻ ആരാ കൂടിയിരിക്കുന്നറിയാം? മാതാ അമൃതാനന്ദമയി. വൺ വേൾഡ് റിലീജിയൻ. പെന്തിക്കോസുകാരും വീടുമെന്ന് സംശയ. ഇതായിരിക്കുന്നു തുർക്കിയിലെ ഇമാം. ഇതായിരിക്കുന്നു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. തീർന്നില്ല. അടുത്തത് ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ. വത്തിക്കാൻ 10 കൊമ്പ് 7 തല. വൺ വേൾഡ് റിലീജിയൻ. ഇതായിരിക്കുന്നു ക്രിസ്തീയ ഐക്യം. ലബനോനിലെ തിരുമേനി, കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ. തീർന്നില്ല. മത ഏകീകരണത്തിനായി നടക്കുന്നത് വൺ വേൾഡ് റിലീജിയൻ. അമൃതാനന്ദമയി, നമ്മുടെ പ്രകാശാനന്ദ സ്വാമി, ഇവിടുത്തെ കർദിനാൾ ആന്റണി പടിയത്തെ, കോലഞ്ചേരി പിതാവ്, ആലഞ്ചേരി പിതാവ് എല്ലാം ഇതായിരിക്കുന്നു. സ്വോത്രം. അങ്ങനെയെങ്കിൽ
അന്ത്യകാലത്ത് ഇതൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അബ്രഹാം അക്കോട്, അബ്രഹാമിന് കെതൂറയിലുണ്ടായ മക്കളാ സൗദി അറേബ്യയും UAE-യും. അത് കഴിഞ്ഞിട്ട് ബഹ്റൈനും ഖത്തറും കുവൈറ്റും മസ്കറ്റും. നിങ്ങളുടെ പിള്ളേർ UAE ആരെങ്കിലും കാണും. 2019 ഫെബ്രുവരിയിൽ കഴിഞ്ഞ വർഷം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അബുദാബിയിലെത്തി. തീർന്നില്ലേ? അങ്ങനെ ബൈബിളിനകത്തുണ്ടോ? ഒരു കുടക്കീഴിൽ യഹൂദന്റെ ആലയം വരുതാ വരുന്നു അബുദാബിയിൽ. 3 ആരാധനാലയം, 1 വേൾഡ് റിലീജിയൻ. ബൈബിളിനകത്തുണ്ടോ? വെളിപ്പാട് പുസ്തകം 2021 മാർച്ച് നിങ്ങൾ കാണാൻ പോകുന്ന, ഞാനിവിടെ വന്നില്ലേലും ഇദ്ദേഹം പോകാൻ പോകുന്നു ഇറാഖിൽ. മോളെ, അങ്ങനെയെങ്കിൽ ആന്റിക്രൈസ്റ്റ് എവിടൊക്കെ അധികാരം പിടിക്കും? വെളിപ്പാട് 13 അതിന്റെ 7-ാമത്തെ വാക്യം, റെവലേഷൻ ചാപ്റ്റർ 13 വേഴ്സ് 7. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. മൃഗത്തിന് അധികാരമെടുത്തത് സകല ഗോത്രത്തിന്മേലും. മതി, ഈ വാർത്ത കണ്ടില്ലേ? സകല ഗോത്രത്തിന്മേലും, വംശത്തിന്മേലും, ഭാഷമേലും, ജാതിമേലും അധികാരം ലഭിച്ചു. പോരെ, ഇത്രയൊക്കെ പോരെ? 1 വേൾഡ് റിലീജിയൻ ആയില്ലേ? ഭാഷ, ഗോത്രം, വംശം, ജാതി. നമ്പർ 1 ദാ കിടക്കുന്നു 1 വേൾഡ് റിലീജിയൻ. നമ്പർ 2 ഭരണകൂടങ്ങൾ തകരും. 2009 നാളെ 2009 ടച്ച് ചെയ്യാം. 2009 മുതൽ അറബ് ലോകം കാണുന്ന ഒരു പേരുണ്ട്. അതിന് അറബ് വസന്തം എന്ന് അറബുകാർ പറഞ്ഞ. അറബ് വസന്തം ഒന്നും അല്ല. പണ്ട് ഇവിടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുമായിരുന്നു. ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. ഇന്ന് ചട്ടി മാറും, കൊട്ട മാറും, അമ്മാമിക്ക് കലം മാറും. വായ്പ വാങ്ങാൻ ഞാൻ ഇടവരത്തില്ല, കൊടുക്കാനിടയാകും. വണ്ടിയുടെ പുറം എഴുതി വെച്ചേക്കുന്ന ബണ്ടി ഫെഡറൽ ബാങ്കിൽ ലോണാന്ന സൂത്രം. എന്നിട്ട് എഴുതിയേക്കുന്ന വായ്പ വാങ്ങാൻ ഇടവരത്തില്ലെന്ന് സൂത്രം. ഇതൊന്നുമല്ല. ഭരണകൂടങ്ങൾ തകരുന്നു. 2009 ആഫ്രിക്കയുടെ വടക്കേറ്റൻ ടുണീഷ്യ, പൊന്നമസിസ്റ്റർ മൂവാറ്റുപുഴ നാട്ടുവാങ്ങ അടിക്കുന്ന പോലെ അടിച്ചു. ടുണീഷ്യയുടെ സുൽത്താൻ, അത് കഴിഞ്ഞിട്ട് നേരെ യമൻ, അത് കഴിഞ്ഞിട്ട് സുഡാൻ, അത് കഴിഞ്ഞിട്ട് സിറിയ, അത് കഴിഞ്ഞിട്ട് ലെബനോൻ, അത് കഴിഞ്ഞിട്ട് ഈജിപ്റ്റ്, അത് കഴിഞ്ഞിട്ട് അറബ് രാജ്യങ്ങളെ മിക്കവാറും നാട്ടുമാങ്ങ. ആ കലാപം എവിടം വരെ വന്നെന്നറിയാം? 2009 ചൈനയിലെ ടിമയാമൻ സ്ക്വയർ. ജനം ഇളകിയില്ലേ? വെടിവെച്ചില്ലേ? ഡൽഹി രാംലീല മൈതാനത്ത് ഒരാൾ ഇറങ്ങിയില്ലേ? അണ്ണാ ഹസാരെ അന്നൊരു പാർട്ടി വന്നില്ലേ? സഹോദരിമാർക്ക് ഇഷ്ടമല്ലാത്തൊരു ചിഹ്നമുള്ള ചൂല് ആപ്പ് AAP. ആരാ എന്ന് ഭരിക്കുന്നത്? BJP ആണെന്നോ കോൺഗ്രസ് ആണെന്നോ? ഡൽഹി ദാണ്ട് അവന്റെ പേര് തന്നെ ഈ വെളിപ്പാട് ആറി പറയുന്ന പോലെ വാൾ കേജ്രിവാൾ വന്നില്ലേ? സ്വത്രം. ജനം ഇളകിയില്ലേ? ഇളകിയോ? ജനം ഇളകിയോ? നിർത്താൻ പോവാ. ജനം ഇളകിയോ? എല്ലായിടത്തും ജനം ഇളകും. പെന്തിക്കോസ്തുകാർ ഇളകിയില്ലേ? എവിടൊക്കെ ഇളകി? സ്വതന്ത്ര റോഡി വരെ കുത്തിയിരുന്നില്ലേ? വിടത്തില്ല ദൈവം. അടുത്ത് ഞാൻ ഈ പാത്രിക സഭയായിട്ട് ബന്ധപ്പെട്ട് വളരെ അവരുടെ അച്ഛന്മാരെ വരെ പഠിപ്പിച്ച ആളാ. പട്ടിമറ്റത്തും കോലഞ്ചേരി. എന്നോട് വളരെ സ്നേഹ. മെത്രാനും ബാവയെ ഇളകിയില്ലേ? സ്വത്രം. പെന്തിക്കോസ്തുകാരെ ഇളകിയില്ലേ? കസേരയ്ക്ക് വേണ്ടി എല്ലാവരും ഇളകിയില്ലേ? NSS ഇളകിയില്ലേ? SNDP ഇളകിയില്ലേ? അവസാനം നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, ഇടുക്കി രാജാക്കാട് രാജകുമാരി. ഞാൻ അവിടെ രാജകുമാരി പാത്രികേസിന്റെ കൺവെൻഷൻ പോയപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴേ നമ്മുടെ പെമ്പിളെ ഒരു മേലെ സഹോദരിയെ കണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്ക് എനർജി കിട്ടി? പാസ്റ്റേ, അത് ഞങ്ങൾക്കൊരു പവർ കിട്ടി. സ്വത്രം. പെമ്പിളെ ഒരുമേ. ഞാൻ കണ്ടതാ പെൺകുട്ടിയെ. എത്ര പേരിറങ്ങി? VS വരെ ഇടുക്കി വന്നില്ലേ? മൂന്നാർ. എന്തെല്ലാം കാര്യം. ജനവിളകിയെങ്കിൽ ഇന്ന് 2020 നടക്കുന്ന സംഭവം. ആയിരക്കണക്കിന് കർഷകർ, 2 ലക്ഷത്തോളം പേർ ഹരിയാനയിൽ നിന്നും അംബാലയിൽ നിന്നും സിംഗുവിൽ നിന്നും എവിടത്തേക്ക് ഇറങ്ങി? ഒരു സൈഡിൽ മതങ്ങൾ ഇളകുന്നു, ഒരു സൈഡിൽ രാജ്യങ്ങൾ ഇളകുന്നു, ഒരു സൈഡിൽ റോഡിനകത്ത് ജനം ഇളകുന്നു. ബൈബിൾ 2590 കൊല്ലം മുമ്പ് ഒരു പ്രവചനം സ്വർഗം പ്രവചിച്ചു. കോവിഡ് വൈറസിലും ജനം ഇളകുന്നു. വായിച്ചാട്ട് മോളെ, എല്ലാവരും ഇന്ന് കേൾക്കണം. ഈ ബൈബിൾ ഉള്ളവരിത് നോട്ട് ചെയ്തുകൊണ്ടേ പോകാവൂ. ഹഗ്ഗായിയുടെ പ്രവചനം 2-ാം അധ്യായം. എല്ലാവരും അച്ചായമാരും അമ്മമാരും എല്ലാം നോട്ട് ചെയ്ത് നാട്ടുകാരെ കാണിക്കണം. ഈ ഇളക്കങ്ങളെല്ലാം ഹഗ്ഗായി 2:6-7 വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഉലകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവം സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും. ആകാശത്തിൽ പാല. കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് നക്ഷത്രം കണ്ടില്ലേ? പാലയിലെല്ലായിരുന്നു ഏതാണ്ട് ആകാശത്തിൽ കണ്ടെന്ന് പറഞ്ഞ് പത്രവാർത്ത. അയ്യോ, മിണ്ടുന്നില്ല. സ്വതന്ത്രം. ഞാൻ ദൈവത്തെ ഓർത്ത്. എൻ്റെ കൂടെ ക്യാമറമാനൊന്നുമില്ല. ഞാനൊരു പാവപ്പെട്ട മനുഷ്യനെ. നിങ്ങളുടെ പടം എടുത്ത് ഞാനെങ്ങും കൊണ്ടുപോകത്തില്ല സ്വതന്ത്രം. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും മക്കളെ. ഇവിടെ അടുത്തല്ലേ ആകാശത്തിൽ കണ്ടത്. ഇനി കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തിൽ പടപട പൊട്ടുന്നു, കിടുകിടക്കീർന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. 2021 എഴുതിക്കോ. കാലിഫോർണിയായി തീരാൻ പോവാ. അതിനടുത്ത് ടെല്ലവീവ് പിളരാൻ പോവാ. 2021 നാളെ പറയാൻ ബാക്കി. അടുത്തത് ഭൂമിയെയും കടലിനെയും. 2009 4 കണ്ടിലെ സുനാമി, എർത്തിക്കൊണ്ട്. ഇത് ഭൂമിയുടെ അടിയിൽ അഗ്നിപർവ്വതം.
19 അവന്റെ കാര്യം എഴുതിയ കടൽ ഇളകിയ അഗ്നിപർവ്വതം, തീ സുനാമി. അടുത്തത് കരയെയും ഇളക്കും. 5 വൻകരകൾ ഇളകിയില്ലേ? ചൈനയുടെ ലാബിൽ നിന്ന് 1.5 ഗ്രാം വലിപ്പമുള്ള ഒരുത്തൻ ഇറങ്ങിയില്ലേ? അൺസീൽഡ് വൈറസ് ഇളകിയില്ലേ? മനസാന്തരപ്പെട്ടോ? ഇതെല്ലാം ഒരുമിച്ച് നടക്കുക, എല്ലാം സ്റ്റഡി നടക്കുക. ചൈനയുടെ ബയോവെപ്പണായ 1.5 ഗ്രാമുള്ള ഒരുത്തനെ ആരും കണ്ടിട്ടില്ല. അവ അമേരിക്ക ഇളക്കിയില്ലേ? ബ്രിട്ടനെ ഇളക്കിയില്ലേ? ഇന്ത്യ ഇളക്കിയില്ലേ? ഡൽഹി ഇളക്കിയില്ലേ? ഇന്നിവിടെ ട്രയൽ റൺ ഡ്രൈ ഡേ ഇളക്കിയില്ലേ? എല്ലാവരും കോവിഡിനെ പറ്റി പേടിച്ച് വീട്ടിലിരുന്നില്ലേ? ജനം ഇളകിയോ? അടുത്ത വായിക്ക്. ഞാൻ സകല ജാതികളെയും ഇളക്കും. ഹരിയാനയിലെ അംബാലയിലെ സകല സ്ഥലത്ത് ജനം ഇളകിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക്, ഞാൻ ഭൂമിയെ ഇളക്ക്, ഞാൻ കരയെ ഇളക്ക്, ഞാൻ കടലിനെ ഇളക്ക്. 5 വൻകരകളെയും കർത്താവ് ഇളക്കിയ തലമുറ. അത് മാത്രമല്ല, സകല ജാതികളെയും ഇളക്ക്. അവസാന വാക്യം ഇന്ന് ആദ്യ രാത്രി അവസാനിപ്പിക്കാം. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ചർച്ചക്കോടെ സകല ജാതികളുടെയും മനോഹര വസ്തു വരാൻ കാലമായി. ആദ്യ രാത്രി വീട്ടിനകത്തോ റോഡിനകത്തോ തെരുവിലോ തെരുക്കോണിലോ മീഡിയയിൽ ഞങ്ങളെ കാണുന്ന ദൈവമക്കളെ, യേശു ക്രിസ്തു പെന്തക്കോസുകാരന്റെ ദൈവമല്ല, CSIയുടെ ദൈവമല്ല, ബാബായുടെ മെത്രാന്റെ ഒന്നും ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് നിന്റെ കുലം വേണ്ട, നിന്റെ കുടുംബം വേണ്ട, നിന്റെ PhD വേണ്ട. മകനെ മകളെ ഇന്ന് രാത്രി, ഈ ആദ്യ രാത്രിയെങ്കിലും മിനി കൺവെൻഷൻ നെഞ്ചത്ത് കൈവച്ചു പറ, യേശു എന്റെ ഏക ദൈവ, യേശു എന്റെ ഏക രക്ഷിതാവ്, യേശു എന്റെ ഏക കർത്താവ്. ചങ്കിനകത്ത് നീ ഇന്ന് കരം വെച്ച് പറഞ്ഞാൽ നിന്റെ പേര് രക്ഷയിലേക്ക് കൊണ്ടുവന്നാൽ കാഹളം ധ്വനിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരു കമ്പാർട്ട്മെന്റ് ഒരുക്കി എന്റെ നാഥൻ വരാറായി. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശുനാഥൻ ഒലിവുമലയിൽ പറഞ്ഞ നിവർത്തി കണ്ണുകൊണ്ട് കണ്ട ഒരു തലമുറയാ ഇന്ന് രാത്രി ഇരിക്കുന്നത്. അവൻ അടുക്ക വാതിൽക്കൽ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. രാജ്യങ്ങൾ ഇളകുന്നു, കോവിഡ് ആഞ്ഞടിക്കുന്നു, സകല ജാതികളും ഇന്ത്യയിലും ഇളകി. അമിത്ഷാജിക്ക് ഉറക്കമില്ല, പ്രധാനമന്ത്രിക്ക് ഉറക്കമില്ല. ഈ ഇളക്കമെല്ലാം കാണിക്കുന്നത് ഇളകാത്ത രാജ്യം സ്ഥാപിക്കാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 10,000 പേര് സുന്ദരനായി വരാൻ പോകുന്നു. പണ്ടൊക്കെ ആദ്യകാലത്ത് ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ പലരും പോസ്റ്റ് ഇടും, പാസ് പേടിപ്പിക്കുന്നു. വിലയില്ലാത്ത കാര്യം. കുഞ്ഞുങ്ങളെ, യേശു പറഞ്ഞതാണ്ട് അബുദാബിക്കാരനും ഇസ്രയേലുകാരനും കരാർ ഒപ്പിട്ട് ലോകരാജ്യങ്ങൾ മൊത്തം സന്ദർശിച്ച് എന്തായാലും ജെയിംസ് സാറിന്റെ കർത്താവായിട്ട് കൊണ്ടുവന്നതാണ്. പണ്ടൊരു എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ യഹൂദന്റെ പാസ്പോർട്ട് സീലുണ്ടോ നോക്കും, മറിക്കും. അറബി പറയും കൊല്ലും പറയാതെ യഹൂദീൻ സവസഭാവ, യഹൂദനായിട്ട് ബന്ധമുള്ള എന്ന് അറബി പറയും. സ്വോത്രം. അതേ കാര്യത്തിൽ ഇന്ന് കണ്ടോ, അബുദാബിയിലെ അൽ ഖലീഫ എയർപോർട്ടിൽ ടെല്ലവീവിൽ നിന്നൊരു വിമാനം, എയർ ഇസ്രയേൽ കിരിയാത് ഘട്ട് വിമാനത്തിന്റെ പേര്. 67 അറബ് ഇസ്രയേൽ വാർ നടന്നപ്പോൾ 6 ദിന യുദ്ധത്തിൽ അബ്രഹാമും ഇസഹാക്കും കാൽ ചവിട്ടിയ ഭൂമി പ്രമാണേ ഉള്ളായിരുന്നു, കരമടച്ചില്ലായിരുന്നു. 67 അവന്മാർ കരമടച്ച് രസീത്. ആ പ്രവിശ്യനെ ഇസ്രായേലിലുള്ള ആരെ വിളിച്ചാലും പറയും അവരുടെ ആ പ്രവിശ്യയുടെ പേരാ കിരാത് ഘട്ട്. ആ ഒരു വിമാനത്തിനകത്ത് അമേരിക്കയിലെ ട്രംപിന്റെ മരുമകൻ ജാറേദ് കുഷ്ണറും ഇസ്രായേലിലെ ഉപദേഷ്ടാവും, അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിലെ സെക്യൂരിറ്റി കൗൺസിലും സൗദിയുടെ മേളിൽ കൂടെ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിൽ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് പ്ലെയിൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ അത്തി തളർത്തു കൊമ്പിളതായി. എത്ര ക്ലിയർ! അബ്രഹാമിന്റെ തലമുറകൾ ബഹ്റൈൻ ഒപ്പിട്ടു, മൊറോക്കോ ഒപ്പിട്ടു, സുഡാൻ ഒപ്പിട്ടു. നിങ്ങൾ സമാധാനം എന്ന് പറഞ്ഞ് നിർഭയം വസിക്കുമ്പോൾ തന്നെ പിൻപിൽ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം ഉണ്ടാവും. സ്വോത്രം. അത് നാളെയിലേക്ക് അതിന്റെ ഭാഗങ്ങൾ കോവിഡിനോടുള്ള ബന്ധത്തിൽ കടക്കും. പണ്ട് ഗൾഫ് രാജ്യത്ത് പോയിട്ടുള്ളവർക്കറിയാം, സൂപ്പർ മാർക്കറ്റിൽ ലൂലൂലും നെസ്റ്റയിലും മെസ്റ്റയിലും ഒക്കെ കയറി കോവിഡ് മാറും. പാത്ത ആരെങ്കിലും ഉണ്ട് നാളെ കൂടി യോഗത്തിൽ പങ്കെടുക്കണം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്ലെയിൻ കയറ്റാം. സ്വോത്രം. നിൽക്കട്ടെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തുർക്കിക്കാരൻ്റെ ആപ്പിള്, മറ്റവന്റെ ആപ്പിള്, ജർമ്മനിയുടെ ആപ്പിള്, ഈജിപ്തിന്റെ ആപ്പിള്. ഇന്ന് ദാ കിടക്കുന്നു ഇസ്രായേലിന്റെ ആപ്പിള്. ഒരു വെള്ള പതാക, 6 കാല്, തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ്, ഭൂമി സ്വർഗം. ഇതാ നക്ഷത്രത്തിന്റെ യഹൂദന്റെ കാല്. ആ കാലുള്ള നക്ഷത്രം ആപ്പിളിന്റെ മേളിൽ വെച്ചിരിക്കുന്നത് ഇസ്രായേൽ ആപ്പിൾ, ഇസ്രായേൽ മുന്തിരി, ഇസ്രായേൽ അത്തിയെങ്കിൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ നാഥൻ പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി ഇന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഈ പ്രക്ഷേപണം കാണുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിനകത്തെ യഹൂദന്റെ ആപ്പിളും മുന്തിരിയും വന്നെങ്കിൽ ഈ പ്രവചനം നിവർത്തിയായി. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ.
തീർന്നില്ല, പ്രവചനം എല്ലാം തീരാറായി. മൂവാറ്റുപുഴക്കാര് തൊടുപുഴക്കാര് ശ്രദ്ധിക്കുക, ലോക്ക്ഡൌൺ കാലത്ത് കടയെല്ലാം അടച്ചിരുന്നു. ആന്റി ക്രൈസ്റ്റിന്റെ 2 അച്ചായന്മാർ ഇവിടെ വന്ന്, പൊന്നച്ചായനും തോമാച്ചായനും, പേര് എല്ലാവർക്കും അറിയാമോ? വേണ്ടോടെ ഫിംഗർ ടിപ്പ് അവന്മാരുടെ പേരില് ഫ്ലിപ്കാർട്ടും ആമസോണും. കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തു. പൊന്നമ്മാമയ്ക്ക് ചപ്പാത്തി, അച്ചായന് വേറാലും വീട്ടിൽ കൊടുത്തു. സ്വോത്രം പോരെ. ലോകം ഒരുവന്റെ കയ്യിൽ. ഈ കോവിഡ് കാലത്ത് മൊബൈലിനകത്തൂടി ഫ്ലിപ്കാർട്ടും ആമസോണും വന്നെങ്കിൽ അവൻ അടുക്ക വാതിൽക്കലായെങ്കിൽ ഇന്ന് രാത്രി പ്രവചനം മുഴുവൻ കർത്താവിന്റെ വരവിനെ കാണിക്കുന്നെങ്കിൽ ഒലിവുമല പ്രഭാഷണ നിവർത്തി കണ്ണുകൊണ്ട് കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവദാസനാകുന്ന ഞാൻ ചങ്കത്ത് കൈവച്ച് പറയുന്നു, 1949 ഇസ്രയേലിനെ UN അംഗീകരിച്ചപ്പോൾ ജനിച്ചു വീണ പയ്യനായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു. ഇന്ന് അദ്ദേഹത്തിന് 71 വയസ്സിന് 70 വയസ്സാകാൻ പോകുന്നത്. ഒരു മനുഷ്യന്റെ ആയുസ് 70 അല്ലെങ്കിൽ 80, ഒരു 100 വർഷം കൂടെ പോയേക്കാം. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ എന്റെ നാഥൻ വെളിപ്പെടാൻ കാലമായി. ഇവിടെ ഇരിക്കുന്ന 95% പേർക്ക് ശവപ്പെട്ടിക്കകത്ത് കയറാൻ ഇടവരാതെ നാഥന്റെ കാകളത്തിങ്കൽ പുറപ്പെടുക. ഇന്ന് രാത്രി കാലമായെങ്കിൽ നിന്റെ ദൈവത്തെ എതിരേൽപ്പാ. ഇന്ന് രാത്രി ഒരുങ്ങിക്കൊള്ളുക. ബൈബിളിലെ പ്രവചനങ്ങൾ നിവർത്തിയായി. ഇപ്പൊ ഒരു പ്ലെയിൻ വന്നിട്ടുണ്ട്, വന്ദേ ഭാരത്. വല്ലതൊക്കെ കേട്ടായിരുന്നു? നിർത്താൻ പോവാ മക്കള്, 2 മിനിറ്റ്സ് മോനെ ഇറങ്ങി പോകല്ലേ. സ്വോത്രം. വിസയുടെ കാര്യം ഞാൻ ശരിയാക്കാം. വന്ദേ ഭാരത് സ്വോത്രം. കണ്ടില്ലേ, 1945 മുതൽ ഇവാക്വേഷൻ, ഒഴിച്ചുമാറ്റം, നിഴൽ. 45 2ാം ലോക മഹായുദ്ധം, 5.5 കോടി പേരെ ബ്രിട്ടൻ ഒഴിച്ചു മാറ്റി. നമ്പർ 1 ശ്രദ്ധയോടെ. നമ്പർ 2 1990 കുവൈറ്റ് വാർ. എത്ര മലയാളികൾ ടൊയോട്ട സണ്ണിച്ചാന്റെ നേതൃത്വത്തിൽ ഒഴിച്ചു മാറ്റി. എയർ ഇന്ത്യ. 2015 യമനിൽ കലാപം, തൊടുപുഴക്കാരി നേഴ്സുമാരും വന്നില്ലേ, ഉമ്മൻചാണ്ടി സാർ ഒഴിച്ചു മാറ്റി. 2016 സുഡാനിൽ കലാപം, എല്ലാത്തിനെയും ഒഴിച്ചു മാറ്റിയില്ലേ. 2018 ഓക്കി ചുഴലിക്കാറ്റ് 13 ലക്ഷം പേരെ കേരളത്തിൽ ഒഴിച്ചു മാറ്റി, ഇവാക്വേഷൻ. 2019 ഫാനി ചുഴലിക്കാറ്റ് ഇവിടെ ഒറീസയിൽ 18 ലക്ഷം പേര്. 2019 അമേരിക്കയിൽ ഒരു ചുഴലിക്കാറ്റ് അടിച്ചു, അവന്റെ പേര് ലോറൻസ്. 3 കോടി പേരെ അകത്ത് ടാർഗറ്റ് ചെയ്ത് ട്രംപ് മാറ്റിയത്. 2020 കോവിഡ് കാലത്ത് ഒരു പ്രത്യേക വിമാനം ഇന്ത്യക്കാരെ ഒഴിച്ചു മാറ്റി, വന്ദേ ഭാരത് മിഷൻ. അങ്ങനെ ഒരു നിഴൽ ഇവിടെ നടന്നെങ്കിൽ പൊരുളായതൊന്ന് വെളിപ്പെടാൻ പോകുന്നു. ആ ഒഴിച്ചുമാറ്റലിന്റെ പേര് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ കൂട്ടുവാൻ 10,000 പേര് സുന്ദരായി എന്റെ നാഥൻ വരാറ്. നിഴലായ ഒരു ഒഴിച്ചുമാറ്റൽ ഇവിടെ നടക്കുമ്പോൾ മകനെ മകളെ പൊരുളായതൊന്ന് മധ്യാകാശത്തിൽ വെളിപ്പെടാൻ കാലമായി. യാഗം എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ കൂട്ടുവാൻ 10,000 പേര് സുന്ദരനായി എന്റെ നാഥൻ വരാറായി. പുളിന്താനമേ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കഥകുകളെ ഉയർന്നിരുപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥന്റെ വരവിന്റെ ചിലപ്പൊലികൾ സത്കൊലികൾ മുഴങ്ങിക്കഴിഞ്ഞു. അപ്പച്ചാമ്മച്ചി ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? സഹോദര സഹോദരി ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാളെ നമുക്കുള്ളതല്ല. ഇന്ന് രാത്രി നീ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് ഒന്ന് മടങ്ങി വാ. കാൽവരിയുടെ ദർശനത്തിന്റെ അകത്തളങ്ങളിൽ ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. എല്ലാ പ്രഭാഷണത്തിലും വർഷങ്ങളാകുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാറുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നോർത്ത് സൗത്ത് എറണാകുളം ഏറ്റവും പരിചയമായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ 2 ടിക്കറ്റ്. ദ 1 ടിക്കറ്റ് give me 10 rupees. ആ കൗണ്ടറിരിക്കുന്ന പെൺകുട്ടി ഒരു ഫ്ലാറ്റ് പോകും. നോ മോർ സീറ്റ്സ് അവൈലബിൾ ഇൻ എനി പാസഞ്ചർ എനി സൂപ്പർ എക്സ്പ്രസ്. അതിന്റെ പുറകെ വേറെണ്ണം കിട്ടും 140. ദാറ്റ് മീൻസ് സ്ലീപ്പർ. 140 കിട്ടിയാൽ നമുക്കറിയാം S1 S2 S3. എത്ര പ്രസംഗം ചർച്ച കൂടും. ഏജിയിലെ അധിവാസന്മാരെ, കർത്താവിൻ്റെ മക്കളെ, നിങ്ങൾ കേട്ടു. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ചൊന്ന് ചോദിക്കണം, എൻ്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് ഏതാ? 10 രൂപയുടെ ടിക്കറ്റ് ആയാൽ ആ കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ പറ്റത്തില്ല. നാടൻ ഭാഷ അണ്ണാച്ചിയുടെ കടയിൽ നിന്ന് ഒരു ചായയും കുടിച്ച് അവിടെ നിന്ന് കറങ്ങാം. 140 ടിക്കറ്റ് എടുത്തവന് മനസ്സിലൊരു വാഞ്ചയുണ്ട്. ട്രെയിൻ എവിടെയോ ആയിരിക്കുന്നു. അവന്റെ കൂക്കുവിളി കേൾക്കുന്നുണ്ട്. എനിക്കൊരു സീറ്റ് അതിനകത്ത് ഉറപ്പുണ്ട്. ഇന്ന് രാത്രി, ആദ്യ രാത്രി ലോകരാജ്യങ്ങളിൽ, ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് പുതുവർഷത്തിൽ പ്രവേശിക്കുന്ന സഹോദര സഹോദരി, പഠിക്കുന്ന മോനെ മോളെ, ഞങ്ങൾ നെഞ്ചുകേറി പ്രസംഗിക്കുന്ന ഒരു ആത്മാവിന്റെ രക്ഷയ്ക്ക് നീ കൈവിടപ്പെട്ടു പോകരുത്. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ ചെവി തുറന്നു ചങ്കിനകത്തേക്ക് രക്ഷയുടെ ബോർഡിംഗ് പാസ് നീ ഏറ്റെടുത്ത് നിനക്കൊരുറപ്പുണ്ട്. നാഥന്റെ വരവിന്റെ ചിലമ്പലുകൾ മുഴങ്ങിക്കഴിഞ്ഞു.